നന്നാക്കേണ്ടത് നന്നായവരെയല്ല. എന്തിനാ ഹോസ്പിറ്റല്? ആരോഗ്യമുള്ളവനെ ചികിത്സിക്കാനാ? രോഗിനെ ചികിത്സിക്കാനാണ്. ഞാൻ പറയുന്നത് സ്കൂളുകളൊക്കെ ഏറ്റവും പഠിക്കാത്ത കുട്ടികളെ തിരഞ്ഞെടുക്കുക. ഒരു അധ്യാപകന്റെ മിടുക്ക് എവിടെയാ? ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ ഫിസിക്സിന്റെ അധ്യാപകനായി, എനിക്കറിയാം. ഞാൻ MES സ്കൂളിലെ ടീച്ചറായപ്പോ സോഷ്യൽ സ്റ്റഡീസ് എടുത്ത കാലത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതായിരുന്നു. ഏറ്റവും മോശം കുട്ടിയാരാണ് അവൻ എൻ്റെ ഏറ്റവും നല്ല കമ്പനി. ഇന്നും അങ്ങനെ തന്നെ. ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ വെള്ളക്കടവിലെ കൊട്ടേഷൻ പാർട്ടിയായിട്ടായിരുന്നു എനിക്ക് സൗഹൃദം. മഞ്ചേരിയിലും കൊച്ചിയിലും ഏറ്റവും നീചന്മാരായിട്ടായിരുന്നു എൻ്റെ സൗഹൃദം. എന്താ കാരണം? ഓല് നന്നായാ വലിയ നന്നാല. അതാ നിങ്ങൾ നോക്ക്, പിന്നെ ഞാൻ പറഞ്ഞ വെള്ളക്കടവില് 52 താടി. അന്ന് വിശ്വാസികളെ കൊല്ലാൻ നടന്നവൻ അപ്പൊ വിശ്വാസികൾ കണ്ട് മരിക്കാൻ നടക്കണം അവിടെ. അതെന്താ? അങ്ങനെ തന്നെയാ. എത്രയോ ആളുകളെ എൻ്റെ ജീവിതത്തിലൊരു പൊതു അനുഭവം അതാണ്. ഏറ്റവും മോശപ്പെട്ടവരെ നന്നാക്കുക, അതാ മിടുക്ക്. അല്ലാണ്ട് നന്നാക്കാൻ നല്ല വാപ്പാർക്കും നല്ലമാർക്കും ജനിച്ച മക്കളെ കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ സ്കൂളിൽ ചേർത്തുക, എന്നിട്ട് സ്കൂളിൽ നല്ല മാർക്കാന്ന് പറയാ. അത് അന്തസ്സില്ലായ്മയാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെയും കുറ്റപ്പെടുത്തില്ല കേട്ടോ, ആരെയും കുറ്റപ്പെടുത്തിയല്ല. ലോകത്ത് നന്നാവൂല. അന്ന് നമ്മളിപ്പോ ഗംഗാരൻ ഡോക്ടർ അറിയുന്ന എങ്ങനെയാ? ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ക്യാൻസർ രോഗികളെ ചികിത്സിച്ച് മിടുക്കുകയാണ് വെച്ചാൽ അയാൾ. അതുകൊണ്ട് അതാ മിടുക്ക്. അല്ലാതെ വെറുതെ പാരസെറ്റമോൾ കൊടുത്തിട്ട് എന്റെ രോഗം മാറ്റി നിറഞ്ഞ് അന്തസ്സരിക്കുന്നതിൽ ഒരു ഗൗരവമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഇന്നത്തെ പ്രസംഗം നമ്മളോടാണ്, ഈ ഇരിക്കുന്നവരോടാണ്, എന്നോടാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടുമാണ്. ഞാൻ ഒരു കാര്യം, ഓരോ പോയിന്റ് പറഞ്ഞു പോവാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഇന്നോളം ശ്രദ്ധിച്ചിട്ടുള്ള ആ ഭാഗം വളരെ ക്ലാരിറ്റിയോടുകൂടെ. ഒരു യുദ്ധം, നേരത്തെ അത് പറഞ്ഞ ഞാൻ ഓർത്തത്, യുദ്ധത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടു, കാരുണ്യത്തിന്റെ തിരുദൂതർ പ്രതികരിച്ചു. സ്ത്രീകൾ കൊല്ലപ്പെട്ടു, തിരുദൂതർ പ്രതികരിച്ചു. ഒരു പ്രാക്കുഞ്ഞിന്റെ കൂട്ടിൽ നിന്ന് ചെറിയൊരു കുഞ്ഞിനെ എടുത്തു, കാരുണ്യത്തിന്റെ തിരുദൂതർ പ്രതികരിച്ചു. നബിയുടെ കഴുത്തിൽ കത്തിവെച്ചവനോട് നബി പ്രതികരിച്ചു. കാരുണ്യം. അള്ളാഹു എന്ന് പറഞ്ഞ വെള്ളത്തോട് നാരായണ മേനോൻ കവിത എഴുതി. എല്ലാം ശരിയാണ്. എന്റെ പോയിന്റ്, ഞാൻ അവിടെ നിന്നാണ് എന്റെ വിഷയത്തിന്റെ നാനാവശങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എന്റെ ചോദ്യം, ഇവിടെ ഒരുപക്ഷെ എന്റെ പിന്നെ ഉപ്പാക്ക് 84 വയസ്സായി. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഉപ്പ ഖത്തറിലായിരുന്നു. മെനയാന്ന് വന്നു, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാനിങ്ങനെ എൻ്റെ ഉപ്പ മുന്നിലിരിക്കുമ്പോൾ, ഞാനിപ്പുറത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഉപ്പാനെ കുറിച്ച് ഞാൻ ചിന്തിച്ച എന്തറിയോ? ഞാനത് പറയുന്നതുകൊണ്ട് ഒരാൾ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബീനെ കണ്ട പോലെ, ഇസ്മായിൽ നബി ഇബ്രാഹിം നബീനെ കണ്ട പോലെയാണ് എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ട്. എൻ്റെ ഉപ്പ ദുഹാ നിസ്കരിക്കാത്ത ഒരു കാലഘട്ടവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പ ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പ ഒരൊറ്റ സുന്നത്ത് ഒഴിവാക്കി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പ നല്ലതിനല്ലാതെ കൂട്ടുനിന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ കേടുവരും? പറയണം. ടാങ്കിൽ സുന്ദരമായ വെള്ളമാണുള്ളത്. ആ ടേപ്പ് തുറന്നാലോ നല്ല വെള്ളം വരൂ. ടാങ്ക് നിറയെ ചളിവെള്ളമാണ്, മാലിന്യമാണ്, രോഗാണുണ്ട്, എല്ലാ വൃത്തികേടുണ്ട്. എങ്കിൽ ടേപ്പ് തുറന്നാൽ വെള്ളത്തിന് മണം ഉണ്ടാവും, ദുർബലത ഉണ്ടാവും. അതുപോലെയാണ് കുട്ടികൾ. അതുകൊണ്ട് കേട്ടോളി, ഉമ്മമാര് കേട്ടോളി. അൽ ഉമ്മ മദ്റസത്തുന്നാണ്. ഉമ്മ പാഠശാലയാണല്ലോ. സമ്മതിച്ചോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന അബുൽ കലാം ആസാദ്, ഇവരൊക്കെ നന്നാക്കി ഉമ്മമാരാണ്. മഹാനായ ജീലാനിയെ, ഏറ്റവും സത്യസന്ധനായ പ്രബോധകൻ അലിമിയാൻ അബുൽ ഹസൻ അലി നദവി സാഹിബ്, അദ്ദേഹത്തിന്റെ യശോധവളമായ ഇസ്ലാമിന്റെ ഇന്നലകൾ എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ ടൈറ്റിൽ അങ്ങനെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്, അലിമിയാൻ എഴുതുന്നുണ്ട്, ഷെയ്ഖ് ജീലാനി 5000-ഓളം വരുന്ന നോൺ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാചിന്തകനായിരുന്നു. തീർന്നില്ല, 1,00,000 ആളുകളെ മുസ്ലിം സമുദായത്തിലെ മദ്യപാനികളായ, തെമ്മാടികളായ, കൊട്ടേഷൻ പാർട്ടിയായ, അലഞ്ഞു തിരിഞ്ഞടന്ന, മൊറാലിറ്റി കാത്തു സൂക്ഷിക്കാത്ത, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത 1,00,000-ഓളം വരുന്ന മനുഷ്യരെ തർബിയത്തിലൂടെ, തസ്കിയത്തിലൂടെ നന്നാക്കിയ ആളായിരുന്നു അലിമിയാൻ. അബുൽ ഹസൻ അലി നദവി സാഹിബ് പറയാണ് ഷെയ്ഖ് ജീലാനി. പക്ഷേ ആ ഷെയ്ഖ് ജീലാനിയെ രൂപപ്പെടുത്തിയതിൽ ഉമ്മാന്റെ പങ്ക് അപാരം. അത് ഞാൻ പിന്നീട് പ്രസംഗത്തിൽ ഉദ്ധരിക്കും. സഹോദര, റസൂലുള്ള ഒരു യുദ്ധത്തിൽ കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടത് കണ്ടു. അവിടെ നമ്മൾ നബീന്റെ കാരുണ്യം മാത്രമാണ് പറയാറ്, പക്ഷെ ഹദീസ് സമഗ്രമായി പഠിക്കാറില്ല. ആ ഹദീസിൽ നബി ചോദിക്കാൻ, ആരാണ് കുട്ടികളെ കൊന്നത്? ആരാണ്? ഇതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ ബൗദ്ധ വിശ്വാസികളെ കുട്ടികളല്ലേ? ശരിക്കും ചിന്തിക്കണ്ടോ? ഇസ്ലാമിന്റെ കാലിക പ്രസക്തി കൂടെ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബൗദ്ധ വിശ്വാസികളെ കുട്ടികളല്ലേ? അങ്ങനെ ഒരു വർഗീയവാദിയായിരുന്നില്ല റസൂൽ. ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പിന്നെ റസൂൽ പറയുന്നത്. ക്രൈസ്തവ ലോകം, സെന്റ് പോൾ പൗലോസ്, അദ്ദേഹത്തിന്റെ ചിന്താധാര അതാണ് ക്രിസ്ത്യാനിറ്റി. 260 കോടി മനുഷ്യന്മാർ ലോകത്ത് ക്രിസ്ത്യാനികളാണ്. ഇപ്പൊ 280 കോടിയോളം വരും. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ലോകത്ത്. നിങ്ങൾ നോക്കൂ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു കുഞ്ഞു പറഞ്ഞാൽ, അവനെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റിക്കെതിരാ. എടാ പാപി, ദുഷ്ട എന്ന് പറഞ്ഞാലേ ക്രിസ്ത്യാനിറ്റി ആവൂ. ഞാൻ വെറുതെ പറയുന്നല്ല. ക്രിസ്തുമതത്തിന്റെ ആധാരശിലയായ ഒന്നെന്താണ്? ലോകത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ പാപികളാണ് എന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ, അനീതിക്കധിഷ്ഠിതമായ ഒരു ദർശനമാണ് സെന്റ് പോൾ എന്ന തലച്ചോറി ചുരുങ്ങിപ്പോയി ഒരുത്തൻ ഉണ്ടാക്കിയ ദർശനം.
ഇത് കോട്ടയത്ത് അങ്ങാടിയിൽ പ്രസംഗിച്ച ആളാ ഞാൻ. കോട്ടയത്ത് ക്രിസ്ത്യാനികളെ നാട്ടിൽ നിർത്തി ക്ഷണിച്ചിട്ട് അവരുടെ ചർച്ചിന്റെ മുമ്പിൽ അവരിയ്ക്കുന്ന സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. അതിന്റെ ബുദ്ധി എന്താണ്? നേരെ മറിച്ച് ലോകഗുരു 1400 വർഷങ്ങൾക്ക് മുമ്പ് 1000 പ്രബന്ധങ്ങൾ രചിക്കപ്പെടട്ടെ, 1000 ഉജ്ജ്വല കവിതകൾ പിറക്കട്ടെ, ഈ തത്വത്തെ മുന്നിൽ വെച്ചിട്ട് നബി പറയാണ്, സി രവിചന്ദ്രൻ എന്ന നാഷണൽ വേഴ്സിന് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് പരിശുദ്ധനാണ്, ഓന്റെ അച്ഛൻ കേട് എന്നതാണെങ്കിലും. ലോകത്തെ ഇങ്ങനെ ഒരു തത്വം. ലോകത്ത് നരേന്ദ്രമോദിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ, ഹിറ്റ്ലറിനൊരു കുഞ്ഞുണ്ടായാൽ, മുസോളിനിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ, വീരപ്പനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടി പരമപരിശുദ്ധനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചൊരാചാര്യൻ. ഇത്ര ഉത്കൃഷ്ടമായ ഒരാശയം ഒരു മഹാഭാവിയുടെ ബീജത്തിലാണ് പിറക്കുന്നതെങ്കിലും അത് ഖൈറായ ഒരു കുഞ്ഞാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ചെറിയ കുഞ്ഞായിരുന്നൊരു കാലത്തെ ഒന്ന് സങ്കല്പിച്ചേ. ചെറിയ കുഞ്ഞായിരുന്നൊരു കാലം, ഉമ്മ കയ്യിലെടുത്ത് വളർത്തിയ കാലം, അന്ന് ഭാവിയാണോ? കുറ്റവാളിയാണോ? കഞ്ചാവടിക്കുന്നുണ്ടോ? ആ കുട്ടി കണ്ടു വളരുന്നത് ഉപ്പാന്റെ സ്മോക്കിംഗ് ആണ് കണ്ടു വളരുന്നത്. ഉപ്പ മടിയിലിരുത്തി 2 വയസ്സ് പ്രായമുള്ളപ്പോ നിരന്തരമായി ഉപ്പാന്റെ പുക ശ്വസിച്ച കുട്ടിക്ക് ഉപ്പാനേക്കാൾ കൂടുതൽ പുകലെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഉപ്പാന്റെ 3 ഇരട്ടി വലിക്കുന്ന മോനായിട്ടോ വന്ന്. ഇവിടെ ഇരിക്കുന്നവരാരും കരഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമല്ല, കരയിപ്പിച്ചിട്ടേ ഞങ്ങളെ ഞാൻ ഇവിടുന്ന് വിടും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതത്തെ ശരിക്കും വിലയിരുത്തിയാൽ ഏറ്റവും വലിയ കുറ്റവാളികളായിരിക്കും ഇരിക്കുന്നത്. ഞാൻ യാതൊരു സംശയമുണ്ട്, ഞാൻ ഈയിടെ ഒരുപാട് ആലോചിക്കണം സ്വന്തം മക്കളുടെ കൂടെ എത്ര സമയം ചെലവഴിക്കണം. എല്ലാ പ്രസംഗവും ഒഴിവാക്കി മക്കളുടെ കൂടെ ഇരുന്നാൽ പോലും അത് നമ്മളോട് ചോദിക്കാത്തൊരു കാലമായത്. അത്രയും മക്കൾ കേടുവരാൻ അനന്ത സാധ്യതകളുള്ള ഒരു കാലഘട്ടം. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിക്കും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. കുല്ലു മൗലൂദൻ യൂലദു അലൽ ഫിത്ര എന്ന് പറയുന്ന ആരാ? ഗാന്ധിജിയാ? നെഹ്റുവാ? വല്ലഭായ് പട്ടേല? ഡോക്ടർ ബാലഗംഗാധര തിലക? രവീന്ദ്രനാഥ ടാഗോറ? വൈലോപ്പള്ളി ശ്രീധരമേനോന? അല്ലെങ്കിൽ ഈ പറഞ്ഞ കുമാരനാശാന? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കവയിത്രിമാരെ? ഉള്ളൂര ആശാന? ആരാ ഇത് പറഞ്ഞത്? വഹി അനുസരിച്ച് മാത്രം സംസാരിച്ചിട്ടുള്ള, കുഞ്ഞുങ്ങളെ പറ്റി പറയാൻ ഏറ്റവും അർഹതയുള്ള റബ്ബിന്റെ വഹി ഏറ്റുവാങ്ങി, ജിബ്രീൽ ഏറ്റുവാങ്ങി മുത്തുനബി പഠിപ്പിച്ച വാചക കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. അടുത്ത വാചകം എന്താ? ഉമ്മ കേട്ടോ, ഉപ്പ കേട്ടോ, ഞാനൊരു ഉപ്പയാ. 11 മക്കളുടെ മസൂലിയത്തുള്ള ഒരു ബാപ്പയാണ്. എത്ര? 6 പെൺകുട്ടികളും 5 ആൺകുട്ടികളുടെയും മസൂലിയത്തുള്ള 38 പേരക്കുട്ടികളുള്ള ഒരു വീട്ടിലെ അംഗാ ഞാൻ. 38 പേരക്കുട്ടികളുള്ള ഒരു വീട്ടിലെ അംഗാ ഞാൻ. എന്റെ സുഹൃത്തുക്കളെ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എന്റെ ഇസ്ഹാഖ് ഇപ്പൊ 1.5 വയസ്സായി. ഞങ്ങളുടെ കയ്യിലേക്ക് പ്രസവിച്ചു തന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ദുഷ്ടനാകുന്നുണ്ടെങ്കിൽ ബാപ്പാക്കതിൽ പങ്കുണ്ട് എന്ന് മുത്തുനബി, ഉമ്മാക്കതിൽ പങ്കുണ്ടെന്ന് മുത്തുനബി. നിന്റെ കുട്ടി വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പ ഉമ്മ നിങ്ങൾക്കതിലൊരു പങ്കുണ്ടിട്ടോ എന്ന് ലോകത്തെ. അയൽവാസിക്ക് പങ്കുണ്ട് നല്ല റസൂൽ ആദ്യം പറഞ്ഞത്, കൂട്ടുകാർക്ക് പങ്കുണ്ട് നല്ല റസൂൽ ആദ്യം പറഞ്ഞത്. 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മാക്കും ഉപ്പാക്കും പങ്കുണ്ട്. കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. പിന്നെ അവനെ പാപിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, നസ്രാനിയാക്കുന്നത്, അവനെ ജൂതനാക്കുന്നത്, അവനെ തെമ്മാടിയാക്കുന്നതിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് 1-ാം സ്ഥാനം. എന്റെ വിഷയം ഇതിൽ കേന്ദ്രീകൃതമാണെന്ന്. എന്റെ വിഷയം ഇന്ന് ഇതിൽ കേന്ദ്രീകൃതമാണ്. ഇനി ഞാൻ ചോദിക്കണം, താനൂര് കഞ്ചാവ് അടിക്കുന്ന മുസ്ലിങ്ങളുണ്ടോ? അവർക്ക് ബാപ്പല്ലേ? ഒരു ഉമ്മല്ലേ? ഉണ്ട്. പലിശ കൊടുക്കുന്ന മോനുണ്ടോ? അതിന് ബാപ്പ ഉണ്ടായിരുന്നോ? ഉമ്മ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? നോക്ക്, ഇവിടെ ഇരിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. റസൂല് പിറക്കുമ്പോ ബാപ്പാനെ കണ്ടിരുന്നോ? ഇല്ല. എന്നിട്ട് റസൂൽ കേടുവന്നോ? എന്താ കേടുവരാത്ത? കേടുവരാതിരിക്കാൻ അള്ള പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി അല്ലേ? അള്ള നമ്മളെ സ്വതന്ത്രരാക്കി വിട്ടു. എന്റെ ചോദ്യം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. നമ്മളിവിടെ ഞാൻ ഇപ്പോഴും ആലോചിക്കുക, നമ്മുടെ ഒരു കുറ്റവാളിയെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുമ്പോ ഓനൊരു വാപ്പല്ലായിരുന്നോ? ഓനൊരു ഉമ്മല്ലായിരുന്നോ? ഓന്റെ കുറ്റകൃത്യത്തിന് ഉമ്മാക്ക് ബാപ്പാക്ക് പങ്കില്ലെന്ന് നിഷേധിച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാരും എന്താ പറയാറിയോ? ഞാൻ കാരണം എന്റെ മുൻകേട് വന്നിട്ടില്ല. നിങ്ങൾ ചോദിക്കും, മോനെ ഞാൻ സ്കരിച്ചില്ലേ വാപ്പ? ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ മുത്തക്കിയാണെങ്കിൽ, നിങ്ങൾ ഖുർആൻ ഓതുന്ന ആളാണോ, എന്നാലും നിങ്ങളെ മകൻ കേടിരുന്നതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ട്. ഇനി അവിടം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ, അൽ ഉമ്മു മദ്രസത്തുൻ. മദ്രസയിലെ ടീച്ചറാണ് ഉമ്മ എന്നല്ല, വീട്ടിലെ അമ്മ തന്നെയാണ് മദ്രസ. ഉമ്മ തന്നെയാണ് മദ്രസ. നമ്മളൊരു കുട്ടി മദ്രസയിൽ പോയി. കുട്ടീന്റെ മദ്രസ എവിടെയാ? കുട്ടി മദ്രസയിൽ നിന്ന് അതിന്റെ താഴെയുള്ള മദ്രസയിലേക്കാ പോകുന്നത്. മനസ്സിലായില്ല? ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ എന്റെ ഉമ്മയാ. ആ വലിയ മദ്രസയിൽ നിന്ന് ചെറിയ മദ്രസയിലേക്ക്. ആലോചിച്ചിട്ടുണ്ടോ?
ഒരു ഉദാഹരണം പറയാ. ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനുകാരനായ മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ. ഇപ്പൊ നമ്മുടെ ഭയങ്കര തർക്കത്തിലിരിക്കുന്ന ജീലാനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് കിടക്കട്ടെ. ഈ ജീലാൻ ചെറിയ കുട്ടിയായിരുന്ന കാലം ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉപ്പമാര് ശ്രദ്ധിക്കണം, ഉമ്മാക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ഇന്ന് തമാശ ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഒരൊറച്ച തീരുമാനമായിട്ട് വീട്ടിലെ പടി കയറുന്നുണ്ട്. വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അതുവരെയുള്ള ഒരു വീടായിരിക്കരുത് ആ വീട്. ഇന്ന് പ്രസംഗം കേട്ട് പോയിട്ട് വീട്ടിൽ എന്തെല്ലാം ഹറാമുണ്ടോ അത് ഇവിടുന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ട് വീട്ടിൽ നിന്ന് ആ ഹറാം അങ്ങ് ഒഴിവാക്കിയാൽ മതി. അതിനെന്ത് വേണമെന്നറിയോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞൊരു വാചകം പറയാം, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34-ാമത്തെ വചനാണ്. 33-ാം അധ്യായം 34-ാമത്തെ വചനം ഓർക്കാൻ എളുപ്പമാണ്. സൂറത്ത് അഹ്സാബിലെ 34 എന്ന് പോയിട്ട് നോക്കണം കേട്ടോ. ആ വചനത്തിലുള്ള എന്തറിയോ? നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക, നല്ലോണം ശ്രദ്ധിച്ചോളി. വീട്ടിലെ എല്ലാവരുടെ കയ്യിലും മൊബൈലില്ലേ? ഉണ്ട്. കോമഡി കാണുന്നവരില്ലേ? ഉണ്ട്. സിനിമ കാണുന്നവരില്ലേ? ഉണ്ട്. കാമുകിയായിട്ട് സംസാരിക്കുന്നവരില്ലേ? ഉണ്ട്. അവിഹിത ബന്ധത്തിൽ ഭർത്താവിന്റെ അഭാവത്തിൽ കാമുകനോട് കൊഞ്ചുന്നവരില്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കുന്നു, ആ വീട്ടിൽ ഭൂരിപക്ഷ സമയവും ഹറാമാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിം വീടുകളുടെ കാര്യം ഞാൻ പറയുന്നത്. മുസ്ലിം വീടുകളിലാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഹിന്ദു പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതിന്റെ 10,000 ഇരട്ടി മൊബൈലിലെ എല്ലാ ദൂഷ്യവും മുസ്ലിം ആൺകുട്ടികളും പെൺകുട്ടികളുമായി എന്നതിൽ ഒരാൾക്കും കേരളത്തിൽ സംശയം ഉണ്ടാവില്ല. 3.5 കോടി മനുഷ്യരിൽ 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുണ്ട്. ഈ പ്രോഗ്രാമിന്റെ സഹായം ചോദിച്ചുകൊണ്ട് ഒരു പെട്ടിങ്ങളുടെ മുമ്പിലൂടെ വരും എല്ലാവരും. അല്ലദീനയും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുക. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം ഉണ്ട് എന്നാ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133-134 വചനം. അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായും പരസ്യമായും കൊടുക്കാൻ അല്ലാഹ് പറയുന്നു. 35-ാം അധ്യായം 29-ാമത്തെ വചനം. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബി. റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തന്നെയാണ്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 272-ാമത്തെ വചനം. ദാറ്റ്സ് ഓൾ. വിഷയത്തിലേക്ക് മടങ്ങുന്നു. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അതൊക്കെ സൈലന്റിലാക്കുക, ഓഫാക്കുക, പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാതെ. ഇന്നത്തെ വിഷയം അങ്ങനത്തേതാണ്. അത് A to Z കേട്ടാൽ വലിയ മാറ്റം താനൂരിലെ ഈ ബ്ലോക്ക് ജംഗ്ഷനിലെ പ്രസംഗത്തിലൂടെ ഉണ്ടാകുമെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ അല്ലാഹ് നമ്മളോട് പറയണത് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിന്റെ വീട്ടിൽ വെച്ച് മുസൽമാനെ, അബ്ദുൽ ഖാദറെ, ആയിഷ, സുബൈദ, ഉമ്മു കുൽസു, സുമയ്യ, ഫാത്തിമ, ആയിഷ, നിന്റെ വീട്ടിൽ ഓതപ്പെടേണ്ടത് മൊഹിദ്ദീൻ മാലയല്ല, മഞ്ഞക്കുളം മാലയല്ല, ബുർദത്തുൽ ബുസീരിയല്ല, 313 വകയല്ല, അല്ലാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ ചര്യയുമാണ് അവിടെ പാരായണം ചെയ്യേണ്ടതും. നിന്റെ മോളുടെ മനസ്സിൽ ഈ ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. എത്ര ആളെ ഹൃദയത്തിൽ ഇതുണ്ട്. ഇപ്പൊ വീട്ടിലൊരു ഖത്തീബ് ഉണ്ടെങ്കിൽ ആ ഖത്തീബിന്റെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ വീട്ടിലയാളുടെ ഭാര്യയുടെ മനസ്സിൽ ഖുർആനും സുന്നത്തുണ്ടോ? ഞാനീ പറയുന്നത് നമ്മളൊക്കെ എന്താ പറയണേ? ധാർമ്മിക ജീവിതം ആരുടെ? ഗണേശന്റെതാ? സുരേന്ദ്രന്റെതാ? ബഷീറിന്റെതാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെതാ? അല്ല. പിന്നെയോ ധാർമ്മിക ജീവിതം എന്ന വകുപ്പിൽ നമ്മളാണ്. ധാർമ്മികത പഠിപ്പിച്ച മതം ഇസ്ലാമാണ് ലോകത്ത്. എന്താണ് ധാർമ്മികത? അത് ഒറ്റപ്പെട്ട വ്യക്തികൾ തീരുമാനിക്കുന്നതല്ല. അല്ല, ഒരു വ്യക്തി തീരുമാനിച്ചാൽ ആ ധാർമ്മികതയല്ല. ഇപ്പൊ മൈത്രേയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അയാളൊരു സന്യാസിയായിരുന്നു. ഗുരു നിത്യചൈതന്യ യതിയുടെ കൂടെ ജീവിച്ച ആളായിരുന്നു. അയാൾ സന്യാസം വിട്ട് തോന്നിയാസം സ്വീകരിച്ചു. സന്യാസം എന്ന ദർശനം വിട്ട് തോന്നിയാസം എന്ന ദർശനം മൈത്രേയൻ സ്വീകരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഭാര്യനോട്, അയൽപ്പക്കത്തുള്ള വിളിച്ചാണ് പോയിക്കോ, അവിടെ പോയി അവന്റെ കൂടെ കിടന്നോ, എന്നിട്ട് എന്താ ചെയ്തോ. ഒരു പച്ച മലയാളത്തിൽ ഒരു തെമ്മാടി ലോകത്തോട് വിളിച്ചു പറയാണ്, മോളെ എല്ലാം കഴിച്ചിട്ട് നടക്കാനാണ് അവനക്ക് ഇഷ്ടം, അത് ചെയ്തോന്ന് സ്വന്തം മോളെ തൊട്ടടുത്തിരുത്തി പഠിപ്പിച്ചൊരു തന്തന്റെ പേരാണ് മൈത്രേയൻ. മനസ്സിലായില്ലേ? ബോബി ചെമ്മണ്ണൂരിനും നല്ലടോ ജയിലിടേണ്ടത്. ഇവനൊക്കെ ജയിലിടേണ്ടത്. ഇവനൊക്കെ ജയിലിട്ടാൽ തന്നെ കേരളം രക്ഷപ്പെട്ട്. യുക്തിവാദികളെ ജയിലിട്ട കേരളം നന്നായി. ഭൗതിക ചിന്താ പ്രസ്ഥാനങ്ങളെ കൂച്ചുവലം കിട്ടാൽ കേരളം നന്നായി. മതത്തിന്റെ പ്രചാരണം സർക്കാർ ഏറ്റെടുത്താൽ ലോകം നന്നായി. യഥാർത്ഥ മതത്തിന്റെ പ്രചരണം, ഞാനത് അതിശോക്തി കലർത്തി പറയുന്നല്ല. മതത്തിന്റെ മൂല്യങ്ങൾ ശരിക്കും എവിടെ ഉണ്ടോ അവിടെ സമാധാനമുണ്ട്, അവിടെ ശാന്തി ഉണ്ട്, അവിടെ സുരക്ഷിതത്വമുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ഞാനത് തെളിയിച്ചുകൊണ്ടേ ഇവിടുന്ന് കുറഞ്ഞ സമയമാണെങ്കിൽ ഇറങ്ങിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര.
വീട്ടിൽ ദീനുണ്ടെങ്കിൽ, ഉമ്മയും ബാപ്പയും നല്ലതാണെങ്കിൽ മക്കൾ നന്നാവും, സംശയമൊന്നുമില്ല. ഉപ്പയും ഉമ്മയും കേട് വന്നാൽ മക്കൾ കേട് വരുന്നുള്ളതിൽ സംശയമല്ല. ഇനി ഉപ്പ നന്നായാലും ചില മക്കൾ കേടുവരും. അതിന് അള്ളാഹുവിന്റെ വിധി എന്ന് നമുക്ക് പറയാം. അതല്ലാത്ത ഏതൊരു കാര്യത്തിലും മാതാവിനും പിതാവിനും വലിയ പങ്കുണ്ടെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മോനെ നിന്റെ കഴുത്തറക്കണം എന്ന് സ്വപ്നം കാണുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പച്ചയായിട്ട് ചോദിക്കുകയാണ്, ഈ ബലിപെരുന്നാളിന് ബാപ്പ വന്നിട്ട് പറയാണ്, മോനെ മൊയ്തീനെ അനക്കൊരു 90 കിലോ തൂക്കണ്ടല്ലോ, പ്രാവശ്യത്തെ ഉദയത്തിന് ബാപ്പ എന്നെ അറക്കാനാ നേർച്ചേർന്നതെന്നൊന്ന് പറഞ്ഞു നോക്കി, വെറുതെ പറഞ്ഞു നോക്കി. കള്ള ചെറ്റ എന്നെ അറക്കാൻ ഞാൻ മഞ്ചേരിന്ന് കൊട്ടേഷൻ പറത്തിന് കൊണ്ടുവരിക ചെക്കേ. നേരെ മറിച്ച് ഇസ്മായിൽ നബി എന്താ ഇത്, ബാപ്പ വേഗത്ത് കത്തർത്തോളി, ഞാൻ എന്താ വരുന്നത്, കയ്യും പിടിച്ചു പോയി. എന്താ ഇതിന് കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതായത് ഇസ്മായിൽ നബിയുടെ മനസ്സിലുള്ള എന്താ അറിയങ്ങള്, എന്റെ ഉപ്പന്റെ കഴുത്തർത്ത എനിക്കാണ് എന്റെ ഗുണം, ബാപ്പാക്കല്ല എന്ന തിരിച്ചറിവ് ആ മകനുണ്ടായി. കാരണം എന്താ, ജീവിതത്തിൽ ബാപ്പാനെ കണ്ട അന്ന് മുതൽ നന്മയല്ലാത്തൊന്നും ബാപ്പയിൽ നിന്ന് മകന് കാണാൻ കഴിഞ്ഞില്ല. ആ മകൻ ബാപ്പാനാണ് ഹീറോ ആക്കി. അന്ന് ഇവിടുത്തെ റൊണാൾഡീഞ്ഞോ ഒന്നും ഉണ്ടായിരുന്നില്ല, മെസ്സിയും കിസിയും ഒക്കെ. അന്നത്തെ മാപ്പിളാരെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ കടന്നാൽ അവർക്ക് നബിയാണോ വലുത് മെസ്സി ആണോ എന്ന് ചോദിച്ചാൽ മെസ്സി കഴിഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നിസ്കരിക്കുമ്പോൾ പുറത്തെ വോട്ടാരതാ മെസ്സിന്റെ, സാബത്തിൻ്റെതാ അല്ല, നബീൻ്റെതാ അല്ല, ഏതെങ്കിലും ഒരു നബീൻ്റെ അല്ല, ഏതോ ഒരു കുരിശും വരക്കണ ചെക്കൻ്റെ. ഓന്റെ മേന്മെന്താ, ഓന്റെ കാലുകൊണ്ട് പന്തടിച്ചിട്ട് ഗോളി പോസ്റ്റ് ഒരുപാട് തവണ കുലുങ്ങി, അല്ലാത്ത വേറെന്താള്, വേറൊന്നുമില്ല. അതിന്റെ പിന്നാലെ നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? ആണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തറിയോ, കുല്ലു മൗലൂദി യുലദു അലൽ ഫിത്റ. ആ ഹദീസ് ഞാൻ വീണ്ടും പറയുന്നത് അറിയോ? അപ്പൊ ഞാനൊരു ആയത്ത് നേരത്തെ സൂറത്ത് ഫാത്തിർ ഓതിയില്ലേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കാണ്, അത് നിങ്ങളൊന്ന് കൈവന്തിക്കണം. ജസ്റ്റ് ലോഹർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ കുറ്റബോധം തോന്നാറില്ലേ? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈവന്തിച്ചേ. ലോഹർ നിസ്കാരം കഥായിപ്പോയി, കൈവന്തിക്ക്. ലോഹർ നിസ്കാരം കഥായിപ്പോയി, കുറ്റബോധം തോന്നി അല്ലേ? ഒരു ദിവസം ഖുർആൻ ഓതിയില്ല എന്നുള്ള കുറ്റബോധം ലോഹർ നഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കൈവന്തിക്ക്. നോണ പറയരുത്, ഇത് ഖുർആൻ ഓതിയില്ലല്ലോ ഇന്ന്, അപ്പൊ എണ്ണം കുറഞ്ഞ്. നിങ്ങൾ കണ്ടോ, ഞാനിവിടെ ഇങ്ങോട്ട് ഇന്ന് ഖുർആൻ ഓതിയില്ല എന്നുള്ളതിന്റെ പേരിൽ ദുഃഖമുള്ള പെണ്ണുങ്ങളൊന്ന് കൈവന്തിക്ക്. വെറുതെ പൊന്തിക്കേണ്ട, അള്ളാഹ് കാണും. താത്തിക്കളി പെട്ടെന്ന് താന്ന്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ട്രീറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു ഓലെ മാറ്റൂല. അപ്പൊ ആദ്യം മാറേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഞാനൊരു ഖുർആന്റെ വചനം വീണ്ടും ആവർത്തിക്കാൻ, അല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അള്ളാഹ് പറയുന്നത് അറിയോ, എന്നും ഖുർആൻ ഓതുന്ന ആമിന. എന്നിട്ട് അടുത്ത വാചകം എന്താ, വഅഖാമുസ്സലാ. ആമിനക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്നും ഖുർആൻ ഓതും, എന്നും നിസ്കരിക്കുകയും ചെയ്യും. അടുത്ത വാചകം എന്താ അറിയോ, മൂന്നാമത്തെ വാചകം, എന്നും നിസ്കരിക്കുകയും എന്നും ഖുർആൻ ഓതുകയും ചെയ്യുന്നവളല്ല ആമിന. ഇത് രണ്ടും ചെയ്യുന്നതോടൊപ്പം കയ്യിലുള്ളത് കൊണ്ട് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കും. തിജാറത്തല്ലന്തബോ, ഒരിക്കലും നഷ്ടം വിടാത്ത കച്ചവടത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കേ. അതായത് ഇപ്പൊ നമുക്ക് താനൂര് കച്ചവടം ഉണ്ട്, സ്വർണ്ണപ്പീടി ഉണ്ടാവും, ടെക്സ്റ്റൈൽസ് ഉണ്ടാവും, ജ്വല്ലറി ഉണ്ടാവും, ഹോട്ടൽ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അല്ല പറയണേ, നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ഒരേലിരിക്കുന്ന ആമിന കച്ചവടക്കാരിയാണ്. അല്ല പറയാണ് വലിയ കച്ചവടത്തിലാണ് ആമിന. ഏതാ കാര്യം? അവൾ ഒരു ദിവസം ഖുർആൻ ഓതിയാൽ മതി, 3 ആയത്ത് അവൾ ഓതിയാൽ അവൾ അള്ളാഹിട്ടൊരു കച്ചവടത്തില. 5 നേരം നിസ്കരിച്ചാലോ കച്ചവടം ഒന്നും കൂടി സ്ട്രോങ് കൂടി. അതോടൊപ്പം സമ്പത്ത് രഹസ്യമായി പരസ്യം ചെലവഴിച്ചാലോ പൂർണ്ണ കച്ചവടക്കാരിയാണ്. ഖദീജ ബീവിയെ പോലെ ഒറിജിനൽ കച്ചവടക്കാരിയാവണ്ട, അല്ലാതെ തന്നെ ആകാം. അബൂബക്കർ സിദ്ദീഖിനെ പോലെ കച്ചവടക്കാരനാകണ്ട, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ കോടീശ്വരനാകണ്ട, അല്ലാത്ത തന്നെ വലിയ കച്ചവടം. MI യൂസുഫ് അലി സാഹിബിന് ജയിക്കാനാവാത്ത കച്ചവടം. ഡെയിലി ഖുർആൻ ഓതുകയും 5 നേരം കൃത്യമായി നമസ്കരിക്കുകയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും. എന്റെ ചോദ്യം 33-ലും 34 എന്താ പറഞ്ഞ്? എന്നും വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. എന്നും വീട്ടിൽ ഖുർആൻ ഓതുന്നിടത്ത് ധാർമ്മികത ഉണ്ടാകും, ദീനുണ്ടാകും, മക്കൾ നന്നാകും. ഉറപ്പിച്ചോ, വളരെ ഗൗരവമായിട്ട് ഉറപ്പിച്ചോ. അതില്ലാതിരിക്കില്ല സുഹൃത്തുക്കളെ. നേരെ മറിച്ച് ദാ പരിശുദ്ധ റമദാനാ വരുന്നത്, അപ്പോഴേക്ക് ഖുർആനൊക്കെ പൊടി തട്ടി തുടച്ചു വെച്ച്, പഴയ കാലത്ത് ഒരു തുണിസഞ്ചിയായിരുന്നു, അതിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നാടുകൊണ്ട് കെട്ടിയിട്ട് ഖുർആൻ അതിനോട് വെക്കും. അതുകൊണ്ടാണ് അല്ല എന്ത് പറഞ്ഞത്? സൂറത്ത് 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124-ൽ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഖുർആനെ വിട്ട് ഉപേക്ഷിച്ചാൽ ഒരു ഇടുങ്ങിയ ജീവിത ദുനിയാവിൽ ഉണ്ടാവുക, അന്ധനായിട്ടാ പരലോകത്ത് വരിക. 90 വയസ്സുണ്ടായിട്ടും താനൂരിലെ ബ്ലോക്ക് ജംഗ്ഷനിൽ കണ്ണട വെക്കാതെ ചന്ദ്രിക ദിനപത്രം വായിച്ചൊരാള്
അള്ളാന്റെ മുമ്പിൽ വരെ കണ്ണ് കാണാത്തവനായിട്ടാണ്. അപ്പൊ അയാൾ ചോദിക്കും, മൊയ്തീനാജി ചോദിക്കും, പഠിച്ചോനെ ഞാൻ ബ്ലോക്ക് ജംഗ്ഷനിൽ ജീവിച്ച ആളാണല്ലോ, അല്ലെങ്കിൽ ത്വാഹ ബീച്ചിൽ ജീവിച്ച ആളാണല്ലോ, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, ഞാൻ ചന്ദ്രിക വായിക്കുമായിരുന്നല്ലോ, എനിക്ക് കണ്ണട പോലും വെക്കണ്ടായിരുന്നല്ലോ. അപ്പൊ അള്ളാഹ് ചോദിക്കും, ശരി ഖുർആൻ ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ? എന്നും ചന്ദ്രിക എന്നും വരണം, ചില ദിവസം ലീവായിരിക്കും, പക്ഷെ ഖുർആൻ നിന്റെ വീട്ടിലില്ലായിരുന്നോ? അതെന്നും വായിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് നീ വായിച്ചോ? ഞാൻ ഒന്നുകൂടി പറയണു, ഇന്നത്തെ പ്രസംഗം നമുക്ക് മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു കാര്യവും ഞാൻ പറയാ. നമ്മളിപ്പോഴും ചിന്തിക്കണം, നമ്മളിപ്പോ പൊടിക്കലൊരു പരിപാടി കേട്ടപ്പോൾ നല്ലോണം കൊടുത്തേക്ക് അനീഫക്കും അനസിനും, എന്താടാ അങ്ങനെ അപ്പോൾ ഇപ്പൊ ഇങ്ങനെ അനീഫ അനസ് ഇറങ്ങുമ്പോഴേക്ക് ആളുകൾ പൊതിയും, മാഷാ അല്ലാ ഫൈസൽ മുസ്ലിയാരെ മലത്തി അടിച്ചിങ്ങട്. അങ്ങനെയായിരുന്നു 10 പേരത്ത് വന്നോ പറഞ്ഞു, ആരൊന്നും കളിച്ചതിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. ദീനീ രംഗേ മനസ്സിലാക്കി ഞാൻ വെറുതെ പറയല്ല. നമുക്ക് നേരെ മറിച്ച് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വന്തം ജീവിതത്തോർത്ത് കരയാൻ നമുക്ക് സാധിച്ചാൽ ഈ സംഘാടനം വിജയിച്ചു. ഞാനിങ്ങോട്ട് താനൂരേക്ക് വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടാ വന്നത്, എല്ലാം പ്രസംഗിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പാ. പക്ഷേ ശരിക്കും ഞാൻ ഒരു 300 ആയത്തെങ്കിലും ഈ ക്രോഡീകരണത്തിലുണ്ടാവും. ഇതെല്ലാം തീരൂല എന്ന് എനിക്ക് ഉറപ്പാണ്, ഇത് രണ്ടിലൂടായി തീരൂല. പക്ഷെ ഞാൻ ഇതിന്റെ ഔട്ട് മാത്രം പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് വമ്പിച്ച മാറ്റം ഉണ്ടാവും. അതിൽ കുട്ടികളെ ഒന്നാമതായി നന്നാക്കാൻ, ഇപ്പൊ നമ്മുടെ മോന് കഞ്ചാവാണ്, അല്ലെങ്കിൽ നമ്മുടെ മോൻ പറഞ്ഞാൽ കേൾക്കണില്ല, എന്തായിരിക്കും ഇതിന് കാരണം? അതൊരു പരിശോധിക്കണമല്ലോ. നമ്മുടെ കുട്ടി ആരെ കണ്ടാ വളർന്നത്? 5 വയസ്സ് വരെ ആരെയും പോറ്റാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇല്ല. നമ്മൾ തന്നെയാ പോറ്റിയത്, നമ്മൾ തന്നെയാ രാവിലെ പറഞ്ഞു വെച്ച് വൈകുന്നേരം കാത്തുനിന്ന് കൂട്ടിയത്. എന്നിട്ട് കുട്ടി എന്താ കേടുന്നത്? അതിന് ആദ്യം സ്വന്തം വീട് എന്താകണം? ഒരായത്ത് കേട്ടോളൂ കേട്ടോ, സൂറത്തുൽ ബഖറ 2-ാം അധ്യായം. ഇനി ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ വെള്ള പേപ്പറും പേനയും കൊണ്ടുവരാം. അധ്യായം നമ്പർ എഴുതിയെടുത്താൽ തന്നെ രക്ഷപ്പെട്ട്. എന്നിട്ട് വീട്ടിൽ ചെന്ന് അമാനുവലയുടെ പരിഭാഷ വായിച്ചാൽ അത് വല്ലാത്തൊരു ക്ലിക്കാകല. മാത്രമല്ല ഈ പ്രസംഗം ഇപ്പൊ കേട്ടാ പോരാ, ഇത് റെക്കോർഡായി പിന്നെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും കേട്ടു നോക്ക്, അസാധ്യമായ മാറ്റമായിരിക്കും ഉണ്ടാകുക. കാരണം ഇപ്പം എന്താ അറിയോ, ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അയാളെ നോക്കും, ഒരാൾ അങ്ങോട്ട് എണീറ്റ് നിങ്ങൾ അയാളെ നോക്കും, ഒരാൾ സ്റ്റേജിൽ നിറങ്ങുമ്പോൾ നിങ്ങൾ അയാളെ നോക്കും, ഒരാൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ നിങ്ങൾ അയാളെ നോക്കും. ഇതൊക്കെ നോക്കി ശ്രദ്ധ തെറ്റിപ്പോവും. നേരെ മറിച്ച് കാറിൽ ഒറ്റക്കിട്ട് കേൾക്കുക, വീട്ടിൽ ഒറ്റക്കിരുന്ന് കേൾക്കുക, ഹെഡ്സെറ്റ് വെച്ചിട്ട് മൊബൈലിൽ കിടക്കയിൽ കിടന്നിട്ട് കേട്ടു നോക്കുക. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നന്നാവും. കേൾവി തന്നെയാണ് നല്ലത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റിയാൽ ഞാൻ അവർക്ക് ഹിദായത്ത് കൊടുക്കും, അവരാണ് ശരിക്കും ബുദ്ധിയുള്ളവർ എന്നല്ല 17-ാം അധ്യായം 39-ാം അധ്യായം 17-18 വാചകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വളരെ വ്യക്തം, വളരെ വ്യക്തം. ഇനി ആലോചിക്ക്, നമ്മുടെ വീട് ഖുർആനിലെ സൂറത്ത് ബഖറ 208 അതാണ് പറയാൻ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അത് ഇവിടുത്തെ ഹൈന്ദവനോടോ ക്രൈസ്തവനോടോ യുക്തിവാദിയോടോ എക്സ് മുസ്ലിമിനോടോ പറയുന്ന വാക്കല്ല, മറിച്ച് പള്ളിയിൽ പോകുന്ന ഇസ്ലാമിക വേഷം ധരിക്കുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിങ്ങളെ വിളിച്ചിട്ട് അല്ലെന്താ പറയണറിയോ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ആമിന, അല്ലയോ സുബൈറെ, അല്ലയോ അബ്ദുൽ ഖാദറെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരീൻ. സത്യവിശ്വാസിയാണ്, പിന്നെ ഓനെന്താ ഇസ്ലാമിലല്ലേ? ആണ്, പക്ഷെ എല്ലാ കാര്യത്തിലും ഇസ്ലാം ആയിട്ടില്ല. അല്ല പറയണെന്നറിയോ, പിശാചിനെ ചില കാര്യത്തിൽ പിൻപറ്റിയിട്ട് നിങ്ങൾക്ക് ഇസ്ലാം ഇല്ലാണ്ടായി പോണുണ്ട്. ഫോർ എക്സാമ്പിൾ, പലിശക്ക് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു മുസ്ലിം, ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു മുസ്ലിം, ഓനോട് അല്ല പറയാണ്, ആ പണി ഒഴിവാക്ക്, നരിയാണ്ട മോള് തുണി എടുത്താൽ മാത്രം പോരാ, താടി വെക്കുക, എന്നിട്ട് പള്ളിയിൽ 5 നേരം പോവുക, തെറ്റിയ ഭാര്യനോട് പുടിച്ച തെറിയും പറയാ. ഇതെല്ലാം കൂടി ഒന്നിച്ചു പോകൂല എന്നല്ല പറയാൻ. എല്ലാറ്റിലും വേണം അച്ചടക്കം. അസറിന് കൃത്യമായിട്ട് പള്ളിയിലെത്തുന്നുണ്ട്, പക്ഷെ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ ദിനം കേൾക്കുന്ന ഒരു പ്രഭാഷണം അല്ല കേട്ടോ, എല്ലാ കാലത്തും കിട്ടുന്ന ഒരു പ്രഭാഷണത്തെ കുറിച്ചല്ല ഇന്നത്തെ വർത്താനം. ഇന്ന് ഈ ടൈറ്റിൽ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഒരു സുരക്ഷിത സമൂഹം ഉണ്ടാകണോ, അതിന് പറ്റിയ പരിപാടി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലാഹ് പറയാ, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ, എല്ലാ കാര്യത്തിലും വാ, ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും. എന്നിട്ട് അല്ലാഹ് പറയണെന്ത്, വിശ്വാസിയാണെങ്കിലും ചില കാര്യത്തിൽ പിശാചിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു വാക്കല്ലേ? എന്നിട്ട് അല്ലാഹ് ഒരു കാര്യം പറയാണ്, പിശാചിനെ കൂട്ടാളിയാക്കിയാലേ ഓൻ നിന്റെ മുഖ്യ ശത്രുവാ, ഓൻ ഒരിക്കലും നിനക്ക് മിത്രാവൂല. എന്തൊരു പഠിപ്പിക്കലല്ലേ അത്! ഹിസ്ബു ശൈത്താൻ, ശൈത്താന്റെ ആളാകുക. പണ്ഡിതന്മാരതാകും. കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട് ഒരു പണ്ഡിതനെ പിശാച് മൊത്തത്തിൽ മിണുങ്ങി, നിങ്ങൾ കണ്ടില്ലേ? ആ മിണുങ്ങല് നമ്മൾ തൊട്ടടുത്ത് മിണുങ്ങി. അങ്ങനെ പിശാച് പിടിച്ചാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. ഇറക്കുക, പിശാചിനെ ഇറക്കുക, ഇറങ്ങിയത് മുഴുവൻ ഒക്കെ ശരീരത്തിൽ കയറിപ്പോയാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. പിശാച് എല്ലാരെയും പിടിക്കും. യാ അയ്യുഹല്ലദീന ആമനൂന്നാ, അല്ലെങ്കിൽ ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്, PN ഉണ്ട്, കുഞ്ഞു മുഹമ്മദ് മദനി, പർപ്പൂരുണ്ട്, എല്ലാവരും ഉണ്ട്.
അല്ലേ? ഉണ്ട്. പിശാച് ഏത് വിഷയം എന്നെ നിങ്ങളെ പിടിക്കൂലേ? പിടിക്കും. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറയാണ്, വിശ്വസിച്ചവരെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. എന്തിനാ അങ്ങനെ പറഞ്ഞു? വിശ്വസിച്ചവരെ വീണ്ടും വിശ്വസിക്കൂ. അല്ലാത്തൊരു പ്രയോഗം. കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുക്മിനു വലകിൻ ഖുലു അസ്ലംനാ വലമാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. നോക്കൂ, അറാബികൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാ, ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട്. അപ്പൊ അല്ലാഹ് പറയാണെന്ത്? എടോ, തൊള്ളോണ്ട് പറഞ്ഞാൽ വിശ്വാസിയാവൂല. വലമാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഈമാൻ ഹൃദയത്തിൽ കിടക്കണം. അത് നാവിലുണ്ട്. അതുകൊണ്ട് നാവിലുള്ളത് കൊണ്ട് മുസ്ലിമാന്ന് പറഞ്ഞു. അപ്പൊ ഈമാൻ നാവിലുണ്ടെങ്കിൽ മുസ്ലിമായി, മുഅ്മിനാവൂല. മുഅ്മിനാകണമെങ്കിൽ ഹൃദയത്തിലേക്ക് ആ സാധനം ഇറങ്ങണം. എന്തൊരു റസൂൽ പറയുന്നുണ്ട്, ചില ആളുകൾ നാവ് കൊണ്ട് വിശ്വാസിയാവും, കൽബ് കൊണ്ട് വിശ്വാസിയാവൂല. അപ്പൊ നബി എങ്ങനെ അവരെ വിളിച്ചെന്നറിയോ? നാവ് കൊണ്ട് വിശ്വാസികളായവരും കൽബ് കൊണ്ട് വിശ്വാസികളാകാത്തവരുമായവരെ എന്നൊരു വിളിയാണ്. അത് വല്ലാത്തൊരു വിളിയാണ്. അത് നമ്മളോടാണ്. നമ്മൾ പുറത്താരെയും ഇന്ന് നോക്കണ്ട, ഇന്ന് നമ്മളെ നോക്കുക. നമ്മുടെ വീട്, നിങ്ങൾ ഒക്കെ വീട്ടിലേക്ക് ഒന്ന് പോ. ഞാൻ എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ കൊണ്ടുപോയി. നമ്മളെല്ലാവരും ആ വീട്ടിൽ ഒരു ദിവസം നടക്കുന്നത് എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? സുബൈക്ക് എല്ലാ മക്കളും എണീക്കുന്നുണ്ടോ? ചിന്തിക്കാനാ പറയുന്നത്. സുബൈക്ക് ബാപ്പാന്റെ കൂടെ മക്കൾ എണീക്കുന്നുണ്ടോ? മക്കൾ വിളിക്കുന്നുണ്ടോ? മക്കള് വാപ്പാനെ വിളിക്കുന്നുണ്ടോ? ഇടക്ക് വാപ്പ മക്കളെ വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? രണ്ടു കൂട്ടരും മത്സരത്തിലാണ്. വിജയിച്ച വീടാണത്. മക്കള് വിളിക്കേണ്ടി വരിക, വാപ്പ ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേക്ക്, മോനെ ചാടി എണീക്ക്, മോനെ സുബൈന്റെ ജമാഅത്താകാനായി. ഇത് വീട്ടിൽ ഫസ്റ്റ് നടക്കുന്നുണ്ടോ? എന്റെ ഒന്നാമത്തെ ചോദ്യം എന്താ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. എഴുന്നേറ്റ് മുഖത്തുനിന്ന് ഉറക്കിന്റെ അടയാളം വലത് കൈ കൊണ്ട് തടവി നമ്മൾ പറയുന്ന ആദ്യ കാര്യം എന്താ? അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും നിനക്കാണ്. മരിച്ചതിന് ശേഷം എന്നെ, അപ്പൊ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടും ജീവിതത്തിലേക്ക് വന്നതിനെ കുറിച്ച് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും റബ്ബിനെ സ്തുതിച്ചുകൊണ്ടും നിങ്ങളുടെ മക്കളെ എഴുന്നേക്കാറുണ്ടോ? എനിക്ക് ചെറിയൊരു മോനുണ്ട്, അവൻ എന്റെ കൈ കിടത്തും. എന്നിട്ട് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കും, വിസ്മിക റബ്ബി വദഅതു ജംബി. കൈ കിടത്തി. അങ്ങനെ അവൻ എൻ്റെ കയ്യിലേക്ക് ചരിഞ്ഞ് ഞാനവൻ്റെ കവിളിലേക്ക് എൻ്റെ കവിളി ചരിച്ചു വെച്ച് അവൻ്റെ മൂക്ക് ശ്വാസോച്ഛ്വാസത്തിന് വിട്ടുകൊടുത്ത് അവൻ ഉറങ്ങും. അതുകൊണ്ട് അവൻ എപ്പോൾ കിടന്നാലും അവൻ ആ ദിക്ർ ഞാനില്ലെങ്കിലും ചെല്ലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളാ നോക്കണ്ടേ. നമ്മുടെ കുട്ടി ഇടത്തെ കൈ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ നമ്മള് ചോദിക്കുക, ഞാൻ എന്റെ മോനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതൊരു പാട്ട് രൂപത്തിലാണ്, ഏത് കയ്യോണ്ടാ ഉമറേ ഏത് കയ്യോണ്ടാ. അപ്പൊ ഇടത്തെ കയ്യോണ്ട് ഇങ്ങനെ വെക്കുമ്പോ ഈ കൈ പാടില്ല, അതാണ് വാപ്പി പറയുന്നതെന്ന് അവന് ബോധ്യമാകുകയാണ്. അപ്പൊ ആ കൈ ഇങ്ങനെ വലിച്ച് ഈ കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും മാഷാ അല്ലാ ഗുഡ് ബോയ് എന്ന് പറയും. അവന് മനസ്സിലായി, ചെറിയ കുട്ടിയാണ്, അവന് മനസ്സിലായി വലത്തെ കൈ ഉപയോഗിക്കുന്നതിലേക്കാണ് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടം. അവനതിന്റെ ദീനോ മതോ ഒന്നും അവനറിയില്ല. പക്ഷെ ഉപ്പാക്ക് ഇഷ്ടം ഞാൻ വലത്തെ കൈ ഉപയോഗിക്കൽ, അതാ കുട്ടിക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ആ റസൂൽ എന്ത് പറഞ്ഞറിയോ? ഒരു ചെറിയ കുട്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒക്കെ ഭക്ഷണം എടുത്തപ്പോൾ നബി ഒരു ഒറ്റപ്പെടുത്ത എന്നിട്ട് പറഞ്ഞു, മോനെ ബിസ്മി ചെല്ലേ, കൈ എല്ലാ സ്ഥലത്തും കൊണ്ടുപോവല്ലേ, നിന്റെ അടുത്ത് വെച്ച് തിന്ന്. ഇതേ കുട്ടി മറ്റൊരു സമയം അവൻ ഒരു ഭാഗത്തുനിന്ന് മാത്രം തിന്നുന്ന നബി കണ്ടു. റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്താൽ അപ്പടി പ്രാവർത്തിയാക്കി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്ന് എല്ലാവരും ഇങ്ങോട്ട് നോക്കി, സ്റ്റേജിലേക്ക് നോക്കി. ഞാൻ ആദ്യം സ്ത്രീ ഇതുണ്ടോ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, കണ്ടില്ലേ? ഇതുപോലെയാണ് നിങ്ങളെ മക്കള്. ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ഇതുപോലെയാണ് നിങ്ങളെ മക്കൾ കള്ളുടിക്കുന്നെങ്കിൽ ഉമ്മ അങ്ങ കയ്യിലൊരു പങ്കുണ്ട്. ഇവിടെ 3-ാം വയസ്സിൽ അവൻ എന്താ നിങ്ങളെ എഴുതുന്നത് അതുണ്ടാവും. നോക്കേ, മോഡേൺ നോക്കിയോളൂ കേട്ടോ. ഇതൊരു വെള്ള, ഇതുപോലെയാണ് നമ്മുടെ മക്കള്. ആ മക്കൾ പിന്നെ പാപക്കറ ചെയ്യുന്നവരാകുന്നതിൽ വലിയ പങ്ക് ബാപ്പാക്കും ഉമ്മാക്കുണ്ട്. കൈ കഴുകാനാവില്ല, ഉറപ്പിച്ചോളി. ഇല്ല പടച്ചോ നമ്മളെ വിടൂല, പടപ്പടമ്പിലും ഒക്കെ പിടിച്ചു നിൽക്ക. മാഷേ ഞങ്ങൾ നല്ലോണാണ്, ഓൻ കേടുന്നു ഏതാണ്, ഓന്റെ കൂട്ടുകാരങ്ങനെ ചെല്ലു പറയൂ, സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരിക. അങ്ങനെ പറയാൻ നമുക്കിഷ്ടം. നമ്മൾ നോക്കാറില്ല. എൻ്റെ കുട്ടി ഈ വാക്കൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ പരസ്പരം ഉപയോഗിച്ചുകൊണ്ടാണോ? ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പറയട്ടെ. 3 മാസമാകുമല്ലോ ഗർഭപാത്രത്തിൽ, 3 മാസം. ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മകള് ഗർഭിണിയാണ്. 3 മാസമായ കുട്ടിക്ക് കേൾക്കാൻ പറ്റും, കേൾവി. ഗർഭപാത്രത്തിൽ നിങ്ങൾ ഖുർആൻ ഓതിയാ കുട്ടി ഖുർആൻ കേൾക്കും. ഇപ്പൊ ചില ചെറിയ കുട്ടികൾ പെട്ടെന്ന് ഖുർആൻ മനപ്പാടാക്കുന്നില്ലേ? എങ്ങനെയാ? ആ വീട്ടിൽ 3 മാസമായപ്പോ തന്നെ ഖുർആൻ ഹാഫിളായി. 3-ാമത്തെ മാസം കുട്ടി കേൾവി തുടങ്ങി. 7 മാസത്തോളം കേൾക്കുകയാണ്. ഉമ്മാനെ ബാപ്പ പുളിച്ച തെറിയ പറയുന്നെങ്കിൽ കുട്ടി അത് കേട്ടിട്ടാ. അപ്പൊ നമ്മൾ വിചാരിക്കില്ലേ 2-ാം വയസ്സിൽ തന്നെ പച്ച തോന്നിയാസം കുട്ടി പറയുന്നത് എന്താന്ന്? ഒന്നുമില്ല, 7 മാസം ബാപ്പ പറഞ്ഞ് ഗർഭപാത്രത്തിൽ കേട്ട്. ഇതിന്റെ വകയല്ല കേട്ടോ, മോഡേൺ സയൻസ് പറയണ. മുത്തുനബി എന്താ പറഞ്ഞത്? മുത്തുനബി പറഞ്ഞത് ഓനെ കേടെടുത്തതിൽ വീട്ടുകാർക്ക് വലിയ പങ്കുണ്ട്. ബാപ്പയമ്മയും നല്ലോണം സ്നേഹിക്കുന്നത് അവനെ എഫക്ട് ചെയ്യുന്ന ഗർഭപാത്രത്തില്. ബാപ്പയമ്മയും നല്ല സ്നേഹത്തിലാണെങ്കിൽ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് മോഡേൺ സയൻസ് പറയാ. കാരണം ബാപ്പമ്മാനെ തെറി വിളിക്കുന്നത് കേട്ടിട്ട് ഉമ്മ ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കുമ്പോൾ ഹോർമോൺ സിസ്റ്റം മുഴുവനും മാറും.
അപ്പൊ ശരീരം മോശാവും, അപ്പൊ കുട്ടിക്ക് അനാരോഗ്യം ഉണ്ടാവും. എങ്ങനെ നിങ്ങളത് പഠിപ്പിക്കുക എനിക്കറിയില്ല. ഇത് പിക്ചർ വെച്ച് സ്ക്രീനിട്ട് പഠിപ്പിച്ചേരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ച് 3 മാസമാകുമ്പോൾ തന്നെ കുട്ടി കേട്ടു തുടങ്ങും. കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയണം, മമ്മൂട്ടിന്റെ സിനിമ ഞങ്ങൾ കാണുന്നെങ്കിൽ ആ ഡയലോഗൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടി റെക്കോർഡാക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരൊറ്റ സുപ്രഭാതത്തിൽ റെക്കോർഡായതല്ല, അവൻ ഗർഭപാത്രത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കാണാനേ പറ്റാത്തേ ഉള്ളൂ. ആ വോയിസ് കേട്ടാൽ ചിലപ്പോൾ മമ്മൂട്ടിയെന്ന് വരെ പറഞ്ഞു കളയും. അവൻ സംസാരിക്കുന്ന ആദ്യകാലത്ത് തന്നെ നിങ്ങൾ പിക്ചർ കാണിച്ചു കൊടുത്ത് വോയിസ് ഇട്ട് കൊടുത്താൽ ഇത് മമ്മൂട്ടിയെന്ന് ചിലപ്പോൾ അവൻ പറയും. അത്രയും വലിയ അവസ്ഥ ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ട്, കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീട് പൂർണ്ണ ഇസ്ലാം ആവുകയും ഗർഭകാലഘട്ടത്തിലാണ് ഒരു ബാപ്പയും ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അത്ര നിങ്ങൾ നന്നോ, നിങ്ങളെ കുട്ടി നന്മയിലായിട്ടാ ജനിക്കുക. പിന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോളി. ഇബ്രാഹിം നബിക്ക് കുട്ടികൾ ഉണ്ടാകാത്ത കാലം, കുട്ടികൾ ഉണ്ടാവില്ലേ എന്നൊന്നും അറിയാത്ത കാലം, നമ്മളെന്താ ഗർഭിണി ആയാലാണ് നമ്മൾ പ്രാർത്ഥിക്കുക നല്ല കുട്ടിയാവണേന്ന്. ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല കുട്ടിയാവണേന്ന് പ്രാർത്ഥിച്ച എത്ര ആൾ ഇവിടെ ഉണ്ട്? കല്യാണം തന്നെ കഴിഞ്ഞിട്ടില്ല, കല്യാണത്തെ പറ്റി ആലോചിച്ച കാലത്ത് എനിക്ക് നല്ല കുട്ടിനെ കിട്ടണേന്ന് പ്രാർത്ഥിച്ച ഒരാൾ ഇവിടുന്ന് കൈബന്ധിച്ചേ? മാഷാ അല്ലാഹ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയോ, പ്രവാചകന്മാരൊക്കെ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ്, കല്യാണം വരെ കഴിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്തവരാ നല്ല കുട്ടികളെ തരണേന്ന്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഒരു പ്രസംഗം ചെയ്ത്, മംഗലാപുരത്തെ പ്രസംഗം കേട്ട ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? മംഗലാപുരത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം 2 ആളുണ്ട്. ഞാൻ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ പ്രസംഗം കേട്ടപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഉസ്താദേ വല്ലാത്ത സങ്കടമുണ്ട് എനിക്ക്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലായി, ഈ പ്രസംഗം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഓളെ ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. എന്താ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, എനിക്ക് കേട്ടോളി. ഞാൻ പറയുന്ന വാചകം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു കൃഷിക്കാരൻ ഓനെ ഇറക്കാൻ ഇഷ്ടമുള്ള വിത്ത് അല്ലെങ്കിൽ കൃഷി, ഓൻ ആ കൃഷിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കുക എന്തായിരിക്കും? അവൻ വിത്തിറക്കാൻ പോകുന്ന കൃഷിയുടെ എത്രത്തോളം ഉൽപാദന കപ്പാസിറ്റി ഉള്ളതാണ്. ഐ എം റൈറ്റ്? ശരിയാണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? വിത്തിറക്കണ കൃഷിയുടെ എത്ര നന്നാകണം? ഇപ്പൊ ഞാൻ പറയണേ, എനിക്ക് നല്ലൊരു കുട്ടീനെ കിട്ടണമെങ്കിൽ എന്റെ ഭാര്യ നല്ലോണം നന്നാകണം. കാരണം ഓളാണ് അല്ലുമ്മ മദ്രസത്തുൻ, അല്ലുപ്പ മദ്രസത്തുനല്ല, അല്ലുമ്മ. അപ്പൊ എന്ത് വേണം? അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? ഇപ്പൊ നിങ്ങൾക്കും തോന്നും, ഞാനിത് പറഞ്ഞ അവസാനിപ്പിക്കും, നിങ്ങൾക്ക് തോന്നും വീട്ടിൽ ചെന്നിട്ട് ഓളെ നേരെ ഇങ്ങോട്ടോ തിരിച്ചോ ചോദിക്കരുത് കേട്ടോ. ഇനി അങ്ങോട്ടെങ്കിലും ചിന്തിക്കുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടി ജനിക്കേണ്ടത് ഒരു വിത്ത് ഏറ്റവും നല്ല കൃഷിയിടത്തിലിട്ടാലേ പൂർണ്ണ വളർച്ച ഉണ്ടാവും. അതിലെല്ലാ കായും പൂവും ഭംഗിയാകണമെങ്കിൽ കൃഷിയിടം കൂടി നന്നാകണം. വളവും വെള്ളവും മാത്രം പോരാ, കൃഷിയിടം നന്നാകണം, ബർക്കത്തുള്ളതാകണം. അതുപോലെയാണ് ഇപ്പൊ ഇബ്രാഹിം നബി ഒരിക്കലും കുട്ടിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? ഇബ്രാഹിം നബി കുട്ടിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് കൈബന്ധിക്ക്. ഇബ്രാഹിം നബി കുട്ടീനെ കിട്ടാൻ വേണ്ടി ധൈര്യമായിട്ട് ബന്ധിക്ക്. ഞാനില്ല എന്നാ പറയുന്നത്, നിങ്ങൾ ബന്ധിക്ക്. മുജാഹിദ് വാലിശീറിന പിന്നെ ഇല്ലാന്നാ? അങ്ങനല്ല, ഞാൻ ആയത്ത് നമ്പറൊക്കെ പറയും. പക്ഷെ ഇബ്രാഹിം നബി കുട്ടികളെ തരണേ അല്ലാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു നബിയും പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? കുട്ടികളെ കിട്ടിയിട്ട് കാര്യമല്ല. അതുകൊണ്ട് നബിമാര് പ്രാർത്ഥിച്ച എന്താ അറിയോ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ കുട്ടിനെ തരണേന്ന്. വക്കുട്ടിയ കുട്ടിനെ ചോദിച്ചിട്ടേ ഇല്ല. നമ്മളെന്താ പറയുന്നത്? ആണായാലും പെണ്ണായാലും വക്കുട്ടിയാലും ഒന്നായാലും ഒന്ന് കിട്ടിയാൽ മതിയെന്നാ. ഒരു നബിയും സ്വാലിഹായ കുട്ടീനല്ലാതെ. ഇപ്പൊ സക്കറിയ നബി എന്താ പറയുന്നത് അറിയോ? യരിസുനി വ യരിസു മിൻ ആലി യാഖൂബ് വജഅലു റബ്ബി റദിയ. പടച്ചോനെ, വരാനിരിക്കുന്ന ഒരു സമൂഹം കേടിനാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു മോനെ തരണേ. 37-ാം അധ്യായം 100-ാമത്തെ വചനം, 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം, 3-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വചനം. ഈ വചനത്തിൽ നബിമാരുടെ പ്രാർത്ഥന എന്താ? സ്വാലിഹായ കുട്ടികളെ തരണേ. അതുകൊണ്ട് കുട്ടി ഭാര്യ ഗർഭം ധരിക്കുന്നതിന് മുന്നേ ദുആ നല്ലൊരു കുട്ടിക്ക് വേണ്ടിയാണ്. അപ്പൊ ഒന്നാമതായി ലോകം നന്നാകണമെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ക്ഷമിക്കണം കേട്ടോ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഭാര്യ ഗർഭിണിയെന്ന് അറിയുന്ന സമയമുണ്ടല്ലോ, ആ സമയങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ആ ബന്ധപ്പെടലിൽ പോലും റസൂൽ പഠിപ്പിച്ച ദിക്ർ ചൊല്ലിയിട്ടാണോ ബന്ധപ്പെട്ട്? അല്ലാന്നാ. അവിടെ തന്നെ തെറ്റി. നമ്മൾ നേരത്തെ നല്ല കുട്ടിക്ക് പ്രാർത്ഥിച്ചിട്ടില്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങോട്ട് സംഭവം നടത്തി എണീറ്റട് പോയി. സത്യല്ലേ? ആണ്. അപ്പൊ പോലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു വിഷമം തോന്നില്ല ഇങ്ങനെ കേൾക്കുമ്പോ? ശരിയല്ലേ? നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു പ്രവാചകൻ വക്ക് പൊട്ടി ഒരു കുട്ടിനെ കിട്ടാൻ പ്രാർത്ഥിച്ചോ? എന്തുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ബാപ്പാനെ ഇത്രമേൽ അനുസരിച്ചത്? അള്ളാഹിനോട് ചോദിച്ച് നല്ലൊരു കുട്ടിനെ തരണേനാ. അത് കിട്ടുകയാണ്, അതൊരു ഭയങ്കര ഭാഗ്യല്ലേ?
സൂറത്ത് ബക്കറ 133. യാക്കൂബ് നബി മരണാസനായപ്പോൾ മക്കളെ വിളിച്ച്. നമ്മളോ മരണാസനായ മക്കളെ വിളിച്ചു. വാപ്പാക്ക് 12 ഹോട്ടൽ ദുബായിലുണ്ട്, 11 ഹോട്ടൽ കുവൈത്തിലുണ്ട്. മക്കളിൽ ആരാ അതൊക്കെ നോക്കി? നമ്മളങ്ങനല്ലേ? അയ്യൂബ് നബി അംകുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി മരിക്കാൻ കിടക്കും, മക്കളെ വിളിച്ചു. മക്കളെ, ബാപ്പ തൗഹീദിലായിരുന്നു. മക്കളെ, നാളെ നിങ്ങൾ സൃഷ്ടികൾ ആരാധിക്കുന്നവരാവോ? മലക്കിനോ ജിന്നിനെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ബീവിമാരെയോ ഒക്കെ വിളിച്ച് ആരാധിക്കുന്ന ആളുകളാവോ നിങ്ങൾ? അതല്ല, ഏബുദു ഇലാഹ, നിങ്ങളുടെ പിതാവിനെ, ഇലാഹിനെ, ഇബ്രാഹിം ഇസ്മായിൽ അവരുടെ പിതാവ് ഇലാഹിനെ, ആ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. തൗഹീദായിരുന്നു ചർച്ച. സൂറത്ത് ബക്കറ 132 മക്കളെ വിളിച്ചിരുത്തി ബാപ്പ പറയുന്ന കാര്യം എന്തറിയോ? മക്കളെ, ഇസ്ലാമാണ് കേട്ടോ ബെറ്റർ, യുക്തിവാദം ബെറ്റർ അല്ല, നിരീശ്വരവാദം ബെറ്റർ. നിങ്ങൾ എടുത്ത് നോക്ക്, സൂറത്ത് ബക്കറയിൽ 132. പോട്ടെ, നമ്മളാരെങ്കിലും മക്കൾ നന്നാകണം എന്നുള്ള നിയ്യത്തില് പള്ളിന്റെ അടുത്ത് കൊണ്ടുപോയി വീട് വെച്ചിട്ടുണ്ടോ? പള്ളിന്റെ അടുത്ത് സെന്റിന് 30 ലക്ഷം, പണ്ട് 2 സെന്റ് മതി 60 ലക്ഷം കൊടുത്ത് പള്ളിന്റെ അടുത്ത് 2 സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ടോ? എന്നാ ഇബ്രാഹിം നബി അങ്ങനെ വാങ്ങിയാളാ? അറിയോ നിങ്ങൾക്ക്? 4 സ്ഥലത്ത് തൗഹീദിന്റെ കേന്ദ്രം ഉണ്ടാക്കി 25,000 കിലോമീറ്റർ നടന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബിനെ നമ്മളെ പറ്റി പറയുന്നത് എന്താ? ലോകത്തിന്റെ ഇമാമ, മുത്തഖീന ഇമാമ, ലോകത്തിന്റെ ഇമാമാണ് അദ്ദേഹം. ആ ഇമാമാകളുടെ കാരണം എന്താ? ഇബ്രാഹിം നബി പറയണം, പടച്ചോനെ ഞാനേ വജ്നുബിനി വബനി അനാബുദുൽ അസ്നാം, ഞാനും എൻ്റെ മക്കളും ബിംബാരാധകരാകരുത് കേട്ടോ റബ്ബേ. ബിംബാരാധനക്കെതിരെ ശബ്ദിച്ചവരാ ഞങ്ങള്. അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞാൽ നാളെ ജിന്നിനെ വിളിക്കാം എന്നൊരുത്തം പ്രസംഗിച്ചാൽ എത്ര വലിയ അപകടമാണ്. അതാവരുത് എന്ന് പ്രാർത്ഥിക്കേണ്ടവരാ നമ്മള്, അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കാതാ, പടച്ചോനെ നാളെ ഒരു സൃഷ്ടിയെ വിളിക്കുന്ന ആള് എൻ്റെ മോനാവരുതേ, നിന്നെ മാത്രം വിളിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരാ നമ്മള്. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന 14-ാം അധ്യായം 35. അടുത്തത് എന്താ അറിയങ്ങള്? ഇബ്രാഹിം നബി പറയണം, പടച്ചോനെ ഇന്ദ ബൈത്തിക്കൽ മുഹറം, പരിശുദ്ധമായ കാബത്തിന്റെ അടുത്ത് ജനങ്ങളില്ല. ഒന്ന് കേട്ടു നോക്കിങ്ങള്, ജനങ്ങളില്ലാത്ത, ജലസ്രോതസ്സില്ലാത്ത, വല്ലാത്തൊരു വാക്ക്, ജനങ്ങളില്ലാത്ത, ജലസ്രോതസ്സില്ലാത്ത, അയൽവാസികളില്ലാത്ത, ചീവീടുകളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന പരിശുദ്ധ മക്ക പരിസരം. എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നത്, അതൊന്നുമില്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് ബാങ്ക് കേട്ട് നിസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടല്ലോ റബ്ബേ, ഞാൻ എൻ്റെ മോൻ നന്നാകുന്നതിന് വേണ്ടി നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിൻ്റെ അടുത്ത്. ഒന്ന് ചിന്തിക്ക്, ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാലേ എത്ര ഇബ്രാഹിം നബി ഒരു ബാപ്പയല്ലേ? ആ ബാപ്പാന്റെ ജാഗ്രത എന്താ? ആ ജാഗ്രത ഉള്ളവർ എത്ര ബാപ്പാർ ഇവിടെ ഉണ്ട്? പള്ളി ഉദ്ദേശിച്ച് അങ്ങോട്ട് വീട് മാറ്റി ആരെങ്കിലും ഈ സസ്സിലുണ്ടോ? ഒന്ന് കൈബന്ധിക്ക്, ബാക്കിയുള്ളവർക്ക് പ്രചോദനാകണം. പള്ളി നോക്കിയിട്ട് അവിടെ വീട് വെച്ച് ആരെങ്കിലും ചിന്തിക്ക്. നമ്മൾ മുജാഹിദല്ലേ? ഇന്ന് വരെ ഇബ്രാഹിം നബിന്റെ മില്ലത്തിലെത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് ചെങ്ങായിനെ വിളിക്കേണ്ടായിരുന്നു? നമ്മൾക്കിട്ട് കുത്താനാ മൂപ്പര് വന്ന് നമ്മൾ വിചാരിച്ചു ഖുറാഫിയുടെ 2 ചീത്ത അറിയും. അങ്ങനെ എന്തെങ്കിലും മുജാഹിദുണ്ട്. ഇന്നത്തെ വിഷയം അതല്ല. ഇന്നത്തെ വിഷയം നമ്മളെ പറ്റിയാണ്. സുരക്ഷിത സമൂഹം ഉണ്ടാകണോ? അതിന് പ്ലാൻ ഉണ്ടാവണം. നല്ലൊരു കെട്ടിടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? എങ്കിൽ ഏറ്റവും വലിയ അടിത്തറ ഭാര്യയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, കെട്ടുറപ്പുള്ളൊരു വീടുണ്ടായ എപ്പോഴും ഞാനൊക്കെ ചിലപ്പോൾ നിന്റെ കൂടെ കുറെ ബംഗാളികളുണ്ട്. ഒരൊറ്റ കുട്ടിന്റെ പല്ല് വെളുത്തതില്ല. ഒരൊറ്റ നിങ്ങൾ ബംഗാളികളെ കണ്ടോ? വെളുത്ത പല്ലുള്ള ഒരു ബംഗാളി ഞങ്ങൾ തിരിയിട്ട് തെരഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമോ? ആ സാധനമല്ലേ പാസും മറ്റേ സാധനവും, അത് ജനിച്ചിട്ട് ഇച്ചിടെ തൊള്ളയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്താ അറിയോ? ഈത്തപ്പനന്റെ നീരല്ല, ഈ പെരിച്ചായിന്റെ നീരാ ഉറ്റിച്ചു കൊടുക്കുന്നത്, തന്തയും തള്ളയും. ഒരു നല്ല പല്ലുള്ള ബംഗാളി ഇല്ല. ബംഗാളി കേട്ട് എനിക്കൊരു പുല്ല് വിലയാ. ഞാൻ ഹിന്ദി പറഞ്ഞുതരാം, മനസ്സിലായി നിങ്ങൾക്ക്? ഒരു പല്ല് മര്യാദയ്ക്ക് പല്ല് എന്താ കാരണം? വായിലിടുന്ന വൃത്തികേട് മാത്ര. ഒരു നല്ല വസ്തു വായിലിട്ട് ഓർമ്മ ഉണ്ടാവില്ല ഈ ജാതിക്ക്. എന്താ ആരാ പ്രശ്നം? ഞാനൊക്കെ ഇന്ന് വരെ ഒരു കടലാസ് പേപ്പർ ചുരുട്ടി ബീഡിയാക്കിയിട്ടില്ല. ഇന്ന് വരെ എന്റെ വാപ്പാനാണ് അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ വാപ്പ കഞ്ചാവ് അടിക്കുന്ന കണ്ടിട്ടില്ല. എന്റെ ബാപ്പാനെ ഭക്തനായിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബാപ്പ മുജാഹിദ് എന്ന് പേര് വെച്ചപ്പോൾ എന്റെ മനസ്സിലുള്ള പ്രതിജ്ഞ എന്താ അറിയോ? എന്റെ ബാപ്പാനെ ജീവിതത്തിൽ ഒരിക്കലും പറയിപ്പിക്കരുത്. എല്ലാവരും ചിന്തിക്കും, നമ്മുടെ വീട് ഇസ്ലാമാണോ? മക്കള് കേടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉറപ്പിച്ചോളി. അതിനുള്ള സാഹചര്യം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ പേടിച്ചിട്ട് എന്റെ വീട്ടിൽ എല്ലാ റൂമിലും ലൈബ്രറി ഉണ്ട്, എല്ലാ റൂമിലും അമാനുവലിന്റെ പരിഭാഷ ഉണ്ട്, എല്ലാ റൂമിലും സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ ഉണ്ട്. എല്ലാവർക്കും ആ വീട്ടിലെ മുഴുവൻ മക്കൾക്കും പുസ്തകങ്ങൾ ലൈബ്രറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആർക്കും അള്ളാന്റെ മുമ്പിൽ ഉതിർ പറയാൻ പറ്റില്ല. പഠിക്കാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്, പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ചെയ്തു. എന്ത് നാളെ അവര് റബ്ബന പടച്ചോനെ എന്റെ ബാപ്പാക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേന്ന് പറയും. അത് താങ്ങാൻ കഴിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും 66-ാം അധ്യായം 6-ാമത്തെ വചന, കുടുംബത്തെയും നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം എന്ന്. അപ്പൊ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തേണ്ട വലിയൊരു ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശരി, അങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആണോ? ഒരു ഉദാഹരണം, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കല്യാണം കഴിക്കുമ്പോഴേ ശ്രദ്ധിക്കണം. നബി പറഞ്ഞു,
ഇതൊന്ന് കേൾക്കണം കേട്ടോ, സ്ഥിരമായിട്ട് കേട്ടതാണ്. പക്ഷെ ഇതിലൊരു പ്രധാന പോയിന്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് പറയാനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു പോയിന്റ്. നോക്കിക്കേ, നമ്മൾ ഒരു ബിൽഡിങ് ഈ പിന്നെ ഈ പറയുന്ന പരപ്പനങ്ങാടിയോ താനൂരോ തിരൂരോ അല്ലെങ്കിൽ വയലത്തൂരോ വെട്ടത്തൂരോ അതിനപ്പുറത്ത് രണ്ടത്താണിയിലോ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ പുത്തനത്താണിയിലോ കുട്ടികളത്താണിയിലോ ഈ പരിസര പ്രദേശം എവിടെയാവട്ടെ, ഇവിടെ എവിടെ ഒരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കൂലേ, ശ്രദ്ധിക്കൂലേ ആ ഷോപ്പ് നല്ലതാണോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് കടലാസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ഈ കെട്ടിടം ഞാൻ വാങ്ങിയ അതിൽ ഹൈറുണ്ടോ. ഒരു കുഞ്ഞി പെട്ടിക്കട തുടങ്ങുമ്പോൾ വരെ ചിന്തിക്കില്ലേ. എന്നാൽ ലോകത്തൊരു മനുഷ്യനും തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല. വല്ലാഹി ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മളിപ്പോൾ പെണ്ണ് കാണാൻ പോകാന്ന് വിചാരിക്കുക, നല്ലൊരു തുണിയും കുപ്പായവും കിട്ടാൻ, നല്ലൊരു പാൻസ് ഷർട്ട് കിട്ടാൻ എത്രയോ ടെക്സ്റ്റൈൽസിൽ ഒരു ദിവസം ഫുള്ള് ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ, സത്യമല്ലേ? പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മുടെ മോളെ ഡീക്കാൻ നല്ലൊരു ഡ്രസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്, സത്യമല്ലേ? ആ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കർച്ചീഫ് സെലക്ട് ചെയ്യാൻ എത്രയോ സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല കർച്ചീഫ് ഏതാ നമ്മൾ നോക്കിയിട്ടുണ്ട്. അന്ന് പുരട്ടേണ്ട സുഗന്ധം എന്താ, അന്ന് ധരിക്കേണ്ട ഷൂ ഏതാ എന്നൊക്കെ ശ്രദ്ധിച്ചു. അതിനെല്ലാം കൂടി എടുത്തത് ഒരു 10 മണിക്കൂറാന്ന് കൂട്ടിക്കോ. പെണ്ണ് കാണാൻ പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ 10 മണിക്കൂർ, പെണ്ണ് കാണാനോ 2 മിനിറ്റ്. ഇനി ഞാൻ പറയുന്നത് ചിന്തിച്ചോ, ഈ 2 മിനിറ്റ് കൊണ്ടോ പെണ്ണ് കണ്ട് പുറത്തിറങ്ങി, അപ്പോഴേക്കും വേർത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരി ചോദിക്കുകയാണ്, എടാ എന്താ അഭിപ്രായം, ശരിക്കും ചിന്തിക്കണേ. കൂട്ടുകാരി ചോദിക്കാണ്, അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. 2 മിനിറ്റ് കൊണ്ട് ഓളത് എന്താ ഇഷ്ടപ്പെട്ട്? ഞാൻ എല്ലാവരോടും ചോദിക്കണേ, 2 മിനിറ്റ് കൊണ്ട് എന്താ ഇഷ്ടപ്പെട്ടു? ഓളെ മുഖം, ഓളെ സൗന്ദര്യം, ഓളെ ശരീരം ഓൻ ഇഷ്ടപ്പെട്ടു. 2 മിനിറ്റ് കൊണ്ട് ഓൾ എന്തൊക്കെ സ്വഭാവം കാണിച്ചോ, സ്വഭാവക്കേട് കാണിച്ചോ? ഉളുമ്മാനോട് എങ്ങനെ പെരുമാറി അറിയോ? ഉളുപ്പാനോട് എങ്ങനെ പെരുമാറുന്ന അറിയോ? ഓക്ക് പ്രേമുണ്ടായിരുന്നു അറിയോ? ഓൾ എത്ര ആളെ പ്രേമിച്ചിരുന്നു അറിയോ? 7ാം ക്ലാസ് തുടങ്ങിയിട്ട് 12ാം ക്ലാസ് വരെ 12 എണ്ണത്തിന് പ്രേമിച്ചോളാ കുത്തിരിക്കുന്നത്. ഓളെ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. പെണ്ണുങ്ങൾ വിചാരിക്കും, ചെങ്ങായി എന്താ ഈ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് മോളുണ്ടാവുമല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കും. അങ്ങനത്തെ ഒരു പെണ്ണിനെ 2 മിനിറ്റ് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. 2 മിനിറ്റ് കൊണ്ടേ. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ആരോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുണ്ട്, ഞാൻ പറഞ്ഞു ഇവിടെ 2 മാസം ഞാൻ പെണ്ണ് കണ്ട്. 2 മാസം നമ്മൾ വിശ്വസിക്കുമോ? 2 മാസം ഒരു പെണ്ണ് കാണാൻ പോയിരുത്തനെ തുടർച്ചയായിട്ട് 2 മാസം കാണുക, ഓള് കാണാണ്ട്. അങ്ങനെ പെണ്ണെട്ടിയാളാ ഞാൻ. ഇന്ന് വരെ ദുഃഖമല്ല, ഇന്ന് വരെ 2 മാസം ഞാൻ ഓളെ കണ്ട്. 2 മാസം ഓള് കാണാതെ ഒറ്റ ദിവസമാണ് ഓളെ പെണ്ണ് കാണാൻ പോയത്. 45 മിനിറ്റോളം എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട പെണ്ണുണ്ട്. ഓളമ്മ അവിടെ, ഓളിപ്പുറത്തെ കസേരയില്, ഓളെ വല്യമ്മ അവിടെ, ഞാൻ ഇപ്പുറത്തെ കസേരയില്. അങ്ങനെ പെണ്ണുണ്ട്. ഓളോട് ഞാൻ അന്ന് പറഞ്ഞ ഞങ്ങൾ കേൾക്കുകയാണ്, നിങ്ങൾ ഇന്നെ പ്രാന്തെന്ന് വിളിക്കൂ. 6 ചുരുങ്ങി പ്രസവിക്കണം. എൻ്റെ കുടുംബത്തിൽ ആണായാലും പെണ്ണായാലും 2, അതിൻ്റെ വീട്ടിൽ പറ്റൂല. എൻ്റെ വാപ്പ 7 മക്കളുണ്ട്, എനിക്ക് ചുരുങ്ങിയത് 6 വേണം. മാഷാ അല്ലാഹ് 8 കുട്ടികളുണ്ട്. ഇപ്പോൾ അത് വേറെ വിഷയം, അവിടെ കേട്ടെ. ഞാൻ പറയുന്നത് അതുവരെ ഞാൻ പറഞ്ഞിട്ടോളോട് പറഞ്ഞ വാക്കെന്തറിയോ? മുജാഹിദ് വാൽശ്ശേരി എന്നൊരു പ്രഭാഷകൻ വന്നു, നീ ഈ ചാടി കയറി പെണ്ണ് ആകാനൊന്നും മെനക്കെടണ്ട, എനിക്ക് വേറെ പെണ്ണിട്ടു, നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, 2 മാസമാണ് എന്നെ ഞാൻ പഠിച്ച്. ഏത് പുരുഷനും നിന്നെ കിട്ടിയാൽ രക്ഷപ്പെടും, എനിക്കൊരു സംശയമില്ല. പക്ഷേ എന്നെ കിട്ടിയിരുന്ന എനിക്കൊരു ഇതുവരെ എന്നെ ചിലപ്പോൾ കൊന്നിട്ട് കൊണ്ടുവരും, ചിലപ്പോൾ കയ്യോ കാലോ വെട്ടി കൊണ്ടുവരും, ചിലപ്പോൾ ഞാൻ വന്നില്ലാന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ തോന ആളുണ്ട്, ഒരുപാട് വെച്ചു വിളമ്പണം, കഷ്ടപ്പെടണം, ഇത്രയൊക്കെ കുട്ടികളുണ്ടാണോ, 2 കൊല്ലം കൂടുമ്പോൾ ഗർഭിണിയാണോ, ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഇതൊക്കെ പെണ്ണ് കാണുമ്പോൾ പറഞ്ഞിട്ടാ കിട്ടി. എന്നിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ വല്യമ്മനോട് ഒരു വാക്കും പറഞ്ഞു, ഞാനായിട്ട് ഇതിൽ നിന്ന് ക്യാൻസൽ ആവില്ല, നിങ്ങൾ ഒഴിവായിക്കൊള്ളി. കാരണം 2 മാസം ഞാൻ അവളെ ബയ്യാൽ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വണ്ടി കേട്ടോ, ഇതെവിടെ ക്ലിപ്പിട്ടാലും ഇടണം, നിങ്ങൾ എവിടെയും ക്ലിപ്പിടണം കേട്ടോ. ആ ക്ലിപ്പിട്ട് ജനങ്ങളെ കേൾപ്പിക്കണം, എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ ആവണം. ഞാൻ ഓള് കയറുന്ന ബസ് കയറും, ഓളറിയാതെ, ഓളിനറിയില്ല. ലോകത്ത് എത്രയോ ആള് ബസ് കയറും, ഞാനും കയറുന്നുണ്ട്. ഓള് ബസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നോക്കണം. കാരണം എൻ്റെ കുട്ടികളെ പ്രസവിക്കാനുള്ള വിത്ത് ഇറക്കേണ്ട കൃഷിയുടെ അത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കേട്ടോ, ഞാൻ ഈ പറയുന്നത് ലോകത്ത് യുക്തിവാദിക്ക് ക്ലിപ്പാക്കാം, ഏത് താന്തോന്നിക്കും ക്ലിപ്പാക്കാം. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടവനാണ്. ഞാൻ എന്നും പറയും, നാളെയും പറയും, എൻ്റെ റബ്ബ് എനിക്ക് കരുത്തുന്നു. എന്തുകൊണ്ട്? ഒന്നും ഞാൻ അത്രയും പരിശോധിച്ച് ഇനി എന്തെങ്കിലും പറ്റിയാൽ അതല്ലാ. കാരണം മരിക്കുന്നവരെ അവൾ നമ്മളെ കൂടെ ഉണ്ടാവണം, അവളിലാ നമുക്ക് കുട്ടി ഉണ്ടാവണത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എങ്ങനെ മോനെ കൊണ്ട് കെട്ടിച്ച്? വല്ലാത്തൊരു പരിശോധനയ്ക്ക് ശേഷം കെട്ടിച്ച്. അറിയണോ, നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ജനങ്ങളുടെ സുഖക്ഷേമങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഒരു ഉമ്മ മോളോട് പറയാ, മോളെ പാലിൽ വെള്ളം ചേർക്ക്, മോളെ പാലിൽ വെള്ളം ചേർക്ക് മോളെ. അപ്പൊ ആ കുട്ടി പറയണം, ഉമ്മ ഇല്ല ഞാൻ ചേർക്കൂല ഉമ്മ. ഇല്ല മോളെ, ആരും അറിയില്ല. അപ്പൊ കുട്ടി പറയണു, ഉമ്മ കഴിഞ്ഞ ആഴ്ചയും ഉമർ ബിൻ ഖത്താബിന്റെ ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് പാലിൽ വെള്ളം ചേർക്കൽ സാമൂഹ്യ തിന്മയാണ്, ഞാൻ ചെയ്യൂലമ്മ. അപ്പൊ ഉമ്മ ചോദിക്കണം മോളോട്, മോളെ അതിന് ഉമർ എങ്ങനെയാ അറിയാ, ഉമർ എങ്ങനെയാ കാണുക? ധാർമ്മിക ജീവിതം നമ്മളെ വിഷയം, ധാർമ്മിക ജീവിതം. അപ്പൊ ആ കുട്ടി പറയുന്ന വാക്കെന്താ അറിയോ? ഉമ്മാനേക്കാളും പക്വത കുറവായിക്കല്ല മോക്ക്,
ഉമ്മാക്കാണല്ലോ പ്രായം കൂടുതൽ, ഉമ്മയാണല്ലോ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ടും ആ മോള് പറയുന്നത് എന്താ? ഉമ്മ ഞാൻ ചെയ്യൂല. ഉമ്മർ കണ്ടില്ല, ശരിയാണ് ഉമ്മ. ഉമ്മന്റെ പട്ടാളം കണ്ടില്ല, ശരിയാണ് ഉമ്മ. പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നവരും അറിഞ്ഞില്ല, ശരിയാണ് ഉമ്മ. പടച്ചോൻ അറിയാണ്ടിക്കും ഉമ്മ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, ഹൃദയത്തിന്റെ വിചാരവികാരങ്ങൾ അറിയുന്ന റബ്ബറിയിലെ ഉമ്മ. അതുകൊണ്ട് ഈ മോള അതിന് കിട്ടൂല. ഇനി ഞാൻ പറയുന്നത് കേട്ടോ, ആ കുട്ടി ചെറ്റക്കുടില്ല, പാൽക്കാരിയ. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ? ലോകരെ എഴുതി വെച്ച എന്താ അറിയോ? ഗാന്ധിജി പോലും പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയില് ഉമർ ഇബ്നുൽ ഖത്താബ് ഭരിച്ചാൽ മതി. അത്രയും 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച, ഏകാത്മീയ സാമ്രാജ്യത്തെ ഭരിച്ച വിശ്വാചാര്യനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. നീതിയുടെ മകുടോദാഹരണമായിരുന്നു. അദ്ദേഹം ആ വീടിന് മാർക്കിട്ടു. അദ്ദേഹം മോളെ സൗന്ദര്യം കണ്ടിട്ടില്ല, കുട്ടിന്റെ വലിപ്പ ചെറുപ്പം അറിഞ്ഞിട്ടില്ല, പക്ഷെ കുട്ടിയുടെ ക്വാളിറ്റി അതിന് മാർക്കിട്ടു വീട്ടിന്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചെന്നിട്ട് സ്വന്തം മോനോട് ചോദിക്കണം എന്താ അറിയോ? ഖാസിമേ, രഹസ്യത്തിലും പരസ്യത്തിലും ധാർമ്മികരെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന അടിവരട്ടോ ധാർമ്മിക ജീവിതം. രഹസ്യത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിലാക്കി എന്താ അറിയോ? ഒരു തുള്ളി പാലിൽ വെള്ളം ചേർക്കൂലെങ്കിൽ അമൂല്യമായ ചാരിത്രത്തിൽ ആ പെണ്ണ് പങ്കു ചേർക്കോ? എന്റെ മോനെ പറ്റിയ പെണ്ണാണ്. ചെറ്റക്കുടിയിൽ നിന്ന് ധാർമ്മിക ജീവിതമുള്ള ഒരു കുട്ടിയെ, അപ്പൊ സുരക്ഷിതത്വമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിലുണ്ടായി. ആരുണ്ടായി? ലോകം കണ്ട രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ കുടുംബത്തിലാ ജനിച്ച്. എന്തുകൊണ്ട് ജനിച്ചു? വിത്തിറക്കുന്ന കൃഷിയിടം പർച്ചേസ് ചെയ്തപ്പോ വളരെ ശ്രദ്ധിച്ചു. ഇന്നോളം ജീവിതത്തിൽ നിങ്ങൾ ഈ വശം എങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. അഹങ്കാരം അറിയുന്നല്ല, നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് കാമ്പും കയമ്പും കണ്ടു. ഉമർ ബിൻ ഖത്താബ് മോനോട് ചോദിക്കണേന്നറിയോ? രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ടടാ ചെറ്റക്കുടിയിൽ, ഉപ്പാന്റെ കുട്ടിക്ക് അത് മതിയോ? ആ മകൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് അതിനോളം വലുത് എന്താ, ഉപ്പ സർട്ടിഫിക്കറ്റ് തന്നില്ല ഉപ്പാ. ഇതാണ് ഇസ്ലാം. അങ്ങനെ നിങ്ങൾ ഒരു പെണ്ണിനെ കൊണ്ടുവരി. തട്ടോൾ ഇട്ടിട്ടില്ല, മാറോള് കാണിച്ചിട്ടുണ്ട്. ഒരു 10.5 കിലോ ലിഫ്റ്റിക്ക് ഒരു ചുണ്ടിലുണ്ട്, മേച്ചുണ്ടിൽ അത്ര തന്നെ ഉണ്ട്. കവിളിൽ 280 കിലോ പുട്ടി. അതായത് ആശാരിന്റെ ഉളി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയ മുഖത്തുനിന്നേ മോളെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് 10 ദിവസം ഇങ്ങനെ ആക്കാനുണ്ടാവും. കാരണം 25 ദിവസം തള്ളി കുട്ടിയോട് എന്നിട്ടേ ഓന്റെ 5 മണിക്കൂർ ഭർത്താവ് കാത്തുന്ന അവസാനമുള്ള മൊയ്യല്ലി അമുക്ക് ഈ പുറപ്പെട്ട് തീരുമ്പോ കിയാമത്ത് നാളെ കഴിയും, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പറ. ഇങ്ങനല്ലേ വീട്ടില്? മുജാഹിദിന്റെ വീട്ടിലും ഇങ്ങനല്ലേ? ജമാഅത്തെ ഇസ്ലാമിന്റെ വീട്ടിൽ ഇങ്ങനല്ലേ? തബ്ലീഗിന്റെ വീട്ടിൽ ഇങ്ങനല്ലേ? APK സുന്നിന്റെ വീട്ടിൽ ഇങ്ങനല്ലേ? ആര് നന്നാക്കും? അലാ ഫഇന്ന ഫിൽ ജസദി മുളഅ ഇദാ സ്വലഹത സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ കൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. ശരി, ഇസ്മായിൽ അലൈഹിസ്സലാം 19-ാം അധ്യായം ഇസ്മായിൽ നബി കുടുംബക്കാരോട് നിസ്കരിക്കാൻ പറയുമായിരുന്നു. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോ. ലുക്മാനുൽ ഹക്കീം എന്ന് കേൾക്കാത്ത ആളുകൾ ഒന്ന് കൈബന്ധിക്കുക. കേൾക്കാത്ത ആളുകൾ, ലുക്മാൻ എന്ന് കേൾക്കാത്ത ആളുകൾ ഒന്ന് കൈബന്ധിക്കുക. ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ഖുർആനിലെ 31-ാം അധ്യായത്തിൽ അദ്ദേഹം മകനെ ഉപദേശിച്ചു എന്ന കാര്യം അറിയാത്തവർ ഒന്ന് കൈബന്ധിക്ക്. അറിയാത്തവർ, അറിഞ്ഞവരല്ല. അറിയാത്ത ഒരാള്, രണ്ടാള്. മാഷാ അല്ലാഹ്, സത്യസന്ധരായ ആളുകൾ ഇവിടെ ഉണ്ടോ? ബാക്കിയുള്ള മഹാഭൂരിപക്ഷത്തിനും അറിയാം. ശരി, അങ്ങനെ ബാപ്പയായ ഒരു ബാപ്പ അവിടെ കൈബന്ധിക്ക്. ലുക്മാനുൽ ഹക്കീം ഉപദേശിച്ച എല്ലാ ഉപദേശവും ചെറിയ കുട്ടിയായിരിക്കെ മക്കളെ ഉപദേശിച്ച ഒരു ബാപ്പ. സ്റ്റേജിൽ നിന്നും പൊന്തിക്കാം, സദസ്സും പൊന്തിക്കാം. നിങ്ങൾ പറയും മൗലവി നിന്നേനാക്കരുത്, ഞാൻ വേണം സദസ്സിലേക്ക് ഇറങ്ങി കുത്തിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ലുക്മാനറിയാം, സൂറത്ത് ലുക്മാൻ എന്ന അധ്യായം ഉണ്ടെന്ന് അറിയാം, ഇത്തരക്ക് ഉപദേശം ഉണ്ട് അറിയാം. പക്ഷെ 10 വയസ്സ് താഴെയുള്ള കുട്ടീനെ എങ്ങനെ ഉപദേശിച്ച് എത്ര ആളുണ്ട്? അപ്പൊ എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതെന്താ പ്രശ്നം എന്നറിയോ? അൽ ഖുർആനു റബിയ ഖൽബി. ഖുർആൻ കൽബിന്റെ വസന്തായിട്ടില്ല. അത് വസന്തായിരുന്ന എങ്ങനെ അറിയോ? എനിക്ക് ലുക്മാൻ ആകണം, എനിക്ക് ഇബ്രാഹിം ആകണം, എനിക്ക് ഇസ്മായിൽ ആകണം, എനിക്ക് യഹ്യ ആകണം എന്നൊരു ബോധം ഉണ്ടാകുകയായിരുന്നു. വീട്ടിൽ വായിച്ചില്ല, രാവിലെ എണീറ്റ് പോലും വായിച്ചില്ല. രാവിലെ എണീറ്റ് സുബൈസ്കാരം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് ഒരിത്തിരി കട്ടൻ ചായ അവിടെ ഉണ്ടാക്കി വെച്ച്, ഒരു ബിസ്ക്കറ്റ് അവിടെ എത്തിച്ച്, അമ്മാനോട് പരിഭാഷ എടുത്ത് വെച്ച് 3 ആയത്ത് ഡെയിലി വായിച്ചു നോക്ക്. 6 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് തീരും. എത്ര പേര് ചെയ്യാറുണ്ട്? ഇനി ഞാൻ പറയണമെന്ന് കേട്ടെ. യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അല്ലാഹുവിൽ പങ്കുചേർക്കരുത് കുട്ടി. ഒരു മകനെ പഠിപ്പിക്കേണ്ട ബാപ്പാന്റെ ആദ്യത്തെ ഡ്യൂട്ടി, ബാപ്പാന്റെ ഡ്യൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കല. അതങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക. മോനെ, ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് മഹാപാപ. അപ്പൊ ശിർക്ക് എന്ന പദം എന്താന്ന് മകൻ അറിയണം. ആ പങ്കു ചേർക്കുന്നതിന്റെ രൂപം എന്താന്ന് മകൻ അറിയണം.
തൗഹീദ് എന്താണെന്നറിയണം. എവിടുന്ന്? ഉപ്പാന്റെ മടിത്തട്ടിന്ന്, ഉസ്താദിന്റെ മടിത്തട്ടിലല്ല. ഉസ്താദ് മടിയിലിരുത്തി എന്ന് പറഞ്ഞിട്ട് വേറെന്തോ വ്യാഖ്യാനിച്ച് അയാളെ വേറെന്തോ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ്മാർക്ക് ഇപ്പൊ തൊടാൻ തന്നെ പേടിയാ. തൊട്ടാ പോയി വേഷം. കുട്ടി വെറുതെ പറഞ്ഞാൽ മതി, ദേഷ്യം പിടിച്ചാലും. അപ്പൊ ബാപ്പാക്ക് മടിയിലിരുത്താലോ. മടിയിലിരുത്തി ആദ്യം പറയേണ്ട വാക്കെന്താ? മോനെ ശിർക്ക് ചെയ്യരുത് എന്നാ. രണ്ടാമത്തേതോ മാതാപിതാക്കളെ കുറിച്ചാണ് അല്ലേ. സ്വന്തം മാതാവിനെ താമരശ്ശേരിയിൽ കഴുത്തറുത്ത് കൊന്നില്ലേ കഞ്ചാവിന്റെ പേരിൽ. കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാ തോന്നിയാസി മൈത്രേയൻ. ഞാൻ വെറുതെ ആവേശം കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. ഒരു ആഭ്യന്തര മന്ത്രി പദം എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ഞാൻ ജയിലടക്കിയ മൈത്രേയനായിരിക്കും. കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ, ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ, പിശാചിന്റെ വലങ്കയ്യനെ. മൈത്രേയൻ തന്നെ ബുദ്ധി ഓൻ നാടിന്റെ ശാപമാണ്. ഓനൊക്കെ തിരിച്ചറിയാത്ത ഭരണകൂടം ഉണ്ടെങ്കിലേ ആ ഭരണകൂടം തോറ്റ ഭരണകൂടമാണ്. അത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണേ, അത് കോൺഗ്രസ് ആണേ. അത് മൈത്രേയൻ തന്നെ ഇന്ത്യയുടെ ശത്രുവിനെ തിരിച്ചറിയാത്തവൻ. കഞ്ചാവ് വിൽക്കുന്നത് എന്നിട്ട് പാകിസ്ഥാനെ കൊള്ള പോവുക. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തെ നശിപ്പിച്ച പോലെ ഒരുത്തനും പാകിസ്ഥാനിൽ നിന്ന് നശിപ്പിക്കാൻ വന്നിട്ടില്ല, ചൈനയിൽ നിന്ന് നശിപ്പിക്കാൻ വന്നിട്ടില്ല. ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവനാണ് ഈ നാട് തകർക്കുന്നത്. ഓനെയാണ് സൂക്ഷിക്കേണ്ടത്. കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന്, എന്നിട്ട് ബേക്കറിയിൽ ചോക്ലേറ്റും കേക്കും കിട്ടുന്ന പോലെ കുട്ടികൾക്ക് ചെന്ന കഞ്ചാവ് കിട്ടണമെന്ന് പ്രസംഗിച്ച തോന്നിയാസിന്റെ പേരാണ് മൈത്രേയൻ. ഓനെ നേർക്ക് നേരെ കണ്ട ചെവിക്കുറ്റി നോക്കി അടിക്കേണ്ട മനുഷ്യന്മാരെ ധാർമ്മിക രോക്ഷമുള്ളവര് അത് ആലോചിച്ച് നോക്കണം. ഈ കേരളത്തിൽ നടക്കണത് ഓൻ പ്രസംഗിക്കാൻ അനുസരണം ഉണ്ടാകരുത്. ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തരുത് എന്ന് പ്രസംഗിച്ചവനാ അവന്. ഈ നാടിനെ കലാപമാക്കിയവനാ അവന്. പെണ്ണിനെ കയറി പിടിക്കാൻ പഠിപ്പിച്ചവനാ അവന്. ഓൻ അനുസരണം ഉണ്ടാകുന്ന നിയമത്തനുസരിക്കരുത്, ഭരണകൂടത്തനുസരിക്കരുത്. എല്ലാ ചെറ്റത്തരും ചെയ്യാൻ പരസ്യമായി പ്രസംഗിച്ച ആ മഹാതോന്യാസിയെ തുറങ്കലടിച്ചാൽ ഇരട്ടച്ചങ്കനാണ് മുഖ്യമന്ത്രി, ഞാൻ അംഗീകരിക്കും. അതല്ലാത്ത കാലത്തോളം എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ രാജ്യത്തെ ഏറ്റവും നശിപ്പിച്ച പാഠ്യപദ്ധതി കേരളത്തിന്റെ പാഠ്യപദ്ധതി ആലോചിച്ച് നോക്ക്. ജെൻഡർ ന്യൂട്രാലിറ്റി കേരളത്തിൽ നശിപ്പിച്ച. പഠിക്കാൻ പഠിപ്പിക്കല്ല, പിടിക്കാൻ പഠിപ്പിക്കുക. തൊട്ടടുത്ത് ടൈറ്റ് ജീൻസ് ഇട്ട് പെണ്ണിനെ ഇരുത്തിയിട്ട് ഓളെ കാൽമല് ഓന്റെ പണിയെടുക്കാൻ നിശ്ചയിക്കുക. ആ ജാതി വൃത്തികെട്ട ചികിത്സയാണ് ഇവിടെ പാഠ്യപദ്ധതിയിലുള്ളത്. ആണിനെയും പെണ്ണിനെയും, ആണും പെണ്ണും തന്നെ ആകർഷിക്കപ്പെടുന്നതാണുള്ള മൗലിക വിവരം പോലും ഇല്ലാത്തവർ. നിങ്ങളുടെ വിചാരം എന്താ? ആണിന്റെ അടുത്തിരിക്കുന്ന പെണ്ണ് ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണോ? അല്ല പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന ആണ് ഇവിടുത്തെ തേക്ക് പെട്ടി ഉണ്ടാക്കിയ മാതിരി ഉണ്ടാക്കിയ ഒരു സാധനമാണെന്നോ? വികാരങ്ങളുള്ള, കാമമുള്ള, വിചാരമുള്ള ഒരു സൃഷ്ടിയാണോ പെണ്ണിനെ തൊട്ടടുത്തിരുത്തി കൊടുക്കുന്നത്? അത് പെങ്ങളല്ല, അന്യ പെണ്ണിനെ. അതാ പാഠ്യപദ്ധതി. ഞാൻ ഉറച്ചു വെച്ചോ 10 കൊല്ലം കഴിഞ്ഞാൽ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കൂല. മക്കളെ സ്നേഹിക്കുന്ന ഒരുത്തനും ഇന്നത്തെ സ്കൂളിലേക്ക് പറഞ്ഞേക്കൂല. അത്ര നീചമാണ് സ്കൂളിലെത്തിയ കുട്ടികൾ പഠിക്കുന്നത്. സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നു എന്നല്ല, പാഠ്യപദ്ധതി പോലും കുട്ടികളെ കേടെടുത്തുന്നതാ. ലിബറലിസമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആണും പെണ്ണും മതി ഇവിടെ, അതിന്റെ ഇടയിലുള്ള വർഗം വേണ്ടാണ്. അതിന്റെ ഇടയിലുള്ള വർഗത്തെ വെച്ചൊരു പൊളിറ്റിക്സ് ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ വിലക്കെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഏതാ അറിയോ? ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ഭംഗിയായി കേരളത്തിൽ ജയിച്ചു. എല്ലാ വൃത്തികേടും സവർഗരതി നിയമം മൂലം ഹലാലാക്കി ഈ രാജ്യം. ആണിനെ കല്യാണം കഴിക്കുന്ന ഹലാലാക്കി ഈ രാജ്യം. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന മാനവ അധോഗതി. മാനവ പുരോഗതിയല്ല, മാനവ അധോഗതി. ഞാൻ ഇവിടെ ഇരിക്കുന്നതോട് ചോദിക്കുകയാണ്, ഗാന്ധിജിന്റെ അമ്മയും നെഹ്റുവിന്റെ അമ്മയും കല്യാണം കഴിച്ച ഗാന്ധിജി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ശരിയല്ലേ? അല്ലേ? അല്ലേ? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ബാപ്പയും അബുൽ കലാം ആസാദിന്റെ ബാപ്പയും കല്യാണം കഴിച്ചാൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവില്ല, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടാവില്ല. ഇല്ല. എംബാപ്പെ ഒരു കളിക്കാരനാ. അദ്ദേഹത്തിന്റെ അച്ഛൻ വേറൊരു ആണയായിട്ട് കല്യാണം കഴിച്ച എംബാപ്പെ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? മെസ്സിന്റെ അമ്മ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച മെസ്സി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ആദില നൂറ നാഷണൽ വേസ്റ്റുകളാണ്. അത് പറയാത്തവർ അതിനേക്കാൾ വലിയ നാഷണൽ വേസ്റ്റാണ്. അവരെ ഇന്റർവ്യൂ നടത്തുന്നവർ കൊയനാട്ട കുത്തിയവരാണ്. മനസ്സിലായോ? ഏത് ആദിലിനെയും നൂറിനെ എഴുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ചില ആളുകൾ കണ്ടില്ലേ? ഓനെപ്പോലെ നീചന ഈ ഭൂമുഖത്താരുണ്ടോ? സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ ഈ നൂറെ ആദിലെയും 100 കൊല്ലം കെട്ടിപ്പിടിച്ചാലും ഒരു സകല സുഖം എടുത്താലും പൊന്നാര മുസ്ലിമീങ്ങളെ ഓർക്കൊരു കുട്ടി ഉണ്ടാവുമോ? അപ്പൊ ഓരോ കുട്ടീനെ LKG ചേർക്കുവോ? അങ്ങനെ എല്ലാ പെണ്ണും കല്യാണം കഴിച്ചാൽ ഇവിടെ LKG UKG സ്കൂൾ ഉണ്ടാവുമോ? ഇവിടെ LLB ഉണ്ടാവുമോ? ഇവിടെ MBBS ഉണ്ടാവുമോ? എന്നിട്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ പോവുക. ആണാണിനെ, പെണ്ണിനെ. അങ്ങനെ ഒന്നില്ല. അത് പ്രകൃതി ദുരന്തമാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. അവരല്ല നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് സൊഡോം നിവാസികൾ, സഡൂം, ഡെഡ് സീ, അൽ ബഹർ അൽ മയ്യിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു മോചനം. ഇനി നിങ്ങൾ നോക്കൂ, മദ്യം. ഈ തിരൂര് എത്ര മദ്യം വെക്കുന്നുണ്ട്? തിരൂര് മുസ്ലിങ്ങളുടെ പോക്കറ്റാ. കഞ്ചാവ് വിൽക്കാത്ത ഒരു സ്ഥലം ഉണ്ടോ നമ്മളെ ഈ ബീച്ചിന്റെ പരിസരത്ത്? കഞ്ചാവ് ഇല്ലാത്ത എത്ര വീടുകൾ ഉണ്ടാവും? കഞ്ചാവ് ഉള്ളത് ഇല്ലാത്തത് വേർതിരിക്കാൻ പറ്റും? നമ്മുടെ കുട്ടികളല്ലേ കരിയറായി പ്രവർത്തി? നമ്മുടെ കുട്ടികളല്ലേ? പെൺകുട്ടികൾ വരെ അല്ലേ? കോഴിക്കോട് ഒരു കുഞ്ഞു സ്കൂളിലെ കുഞ്ഞു പെൺകുട്ടി
അവളെ കയ്യിലൊരു പൊതി കൊടുക്കും ഒരു ചെക്കൻ. പാവം കുട്ടിനോട് പറയും, നീ ഇന്ന് ആ പെട്ടിക്കടയിൽ കൊടുത്താൽ മതി, ഒരു പയമ്പരിയും ചായയും കിട്ടും. ആ കുട്ടിക്ക് ഒരു പയമ്പരിയും ചായയും കൊടുക്കും. ഇത് കഞ്ചാവാണെന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. കുട്ടികളുടെ ബാഗിൽ ആസൂത്രിതമായി സിന്തറ്റിക് ലഹരികൾ പെൺകുട്ടികളൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്നു. ആൺകുട്ടികളെക്കാൾ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ക്രൂരയായി പെരുമാറുന്ന പെൺകുട്ടികളാണ് ഈ അടുത്ത കാലത്ത്. അവർ ശാസ്ത്രീയമായി കൊല്ലുന്ന പോലെ അവർ സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നൊന്നും ആണുങ്ങൾ സെർച്ച് ചെയ്യാറില്ല. അത്രയും ഭീകരമാണ് പെൺവർഗം. ഞാൻ വെറുതെ പറയല്ല. പ്രേമിക്കാൻ ഇഷ്ടമില്ലാത്ത ചെക്കനോട് നീ ആണാടാ, എടാ ഞാൻ ചുണ്ടിലൊക്കെ പരട്ടി വന്നിട്ട് നിന്റെ സൗന്ദര്യം കാണാത്ത ഈ ചെറുത്താനല്ലടാ നോക്ക പെൺകുട്ടികൾ ചോദിക്കള്. എന്നിട്ട് ഒരു പെണ്ണ് 7 പുരുഷന്മാരെ, ഒരു പുരുഷൻ 7 പെണ്ണുങ്ങളൊക്കെ കൊണ്ടെടുക്കുക. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ശരിക്കും ബീച്ചിലൊക്കെ പരിശോധിച്ച് നോക്ക്. രാത്രി 2 മണിക്ക് നമ്മുടെ പെൺകുട്ടികൾ, അങ്ങനെ പേരിനൊരു മഫ്തങ്ങനെ ഉണ്ടാവും, നമ്മുടെ പെൺകുട്ടികൾ 2 മണിക്ക് ഏത് വീട്ടിലേക്ക് അവൾ പോകുന്നത്? ഏത് വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിയത്? മുസ്ലിമിന്റെ വീട്ടിൽ നിന്നല്ലേ? നിസ്കരിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന വാപ്പാന്റെ വീട്ടിൽ നിന്നല്ലേ? അല്ലേ? ജീവിതത്തിൽ ഒരു തെറ്റും ചിന്തിക്കാത്ത ഉമ്മാന്റെ മോളല്ലേ ഓള്? എങ്ങനെ ഓൾ അങ്ങനെ ആയി? ആരാ അവളെ നിയന്ത്രിക്കേണ്ടത്? ചിന്തിക്ക്, എല്ലാവരും ചിന്തിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു മക്കളെ നന്നാക്കി? ഒരു ഉദാഹരണം. നബിയുടെ പേരക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫാത്തിമയോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടയില്ല. ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടി പൊതുമുതലിൽ നിന്ന് പാടില്ലാത്തൊരു കാരൊക്കെ എടുത്ത് വായിലിട്ടു. തുപ്പിക്കള മോനെ, മോനെ നമുക്കത് ഹലാലല്ലോ കുഞ്ഞെ. കുട്ടി വായിൽ തന്നെ ഇട്ടു. നബി വിരല് വായിലേക്ക് വെച്ചത് കുട്ടി കരഞ്ഞു. എന്നിട്ട് നബി അത് അനുവദിച്ചില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എന്താ ചോദിക്കല്? നമ്മൾ സാധാരണ പറയല് കുട്ടികളല്ലേ, പൈച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടേ. നമ്മൾ സാധാരണ പറയുന്ന ചൊല്ലാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കാരുണ്യമുള്ള ആളാ. എന്നിട്ടും ചെറിയ കുട്ടിയുടെ വായിന്ന് കാരക്കെടുക്കുക വഴി ആ കുട്ടി എന്ന വെള്ളക്കടലാസിൽ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എന്ന ഫിത്രത്തിൽ നബി എന്താ എഴുതുന്നത്? മോനെ ഹറാം നമുക്ക് പറ്റൂല എന്നാ പഠിപ്പിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹസൻ ഹുസൈൻ കുട്ടികൾ അന്യന്റെ കാരക്കെടുത്ത് നിങ്ങൾ ആ ചരിത്രത്തിലൂടെയും കാണുമോ? ഉണ്ടോ? എനിക്ക് പറഞ്ഞു തരണോ? ഞാൻ വായിച്ചെടുത്തൊരു സ്ഥലത്തില്ല. ചിന്തിക്ക്, വേണ്ട, അതൊക്കെ പോട്ടെ. അബൂദുജാന റളിയല്ലാഹു അൻഹു സുബൈസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോകും. ദിക്റൊന്നും ചെല്ലാതെ സലാം വിട്ട് എണീറ്റ് പോകും. കുറേ ദിവസം എണീറ്റപ്പോ സഹാബികൾ നിൽക്കവിടെ. കുറെ ദിവസമായല്ലോ കാട്ടി വെറ്റമായി പോണ്, എങ്ങോട്ടാണ് ചോദിച്ചു. ഒരു ദിക്റില്ല, ദുആ ഇല്ല, എന്താ പത്ര തിരക്ക്, ദുനിയാവിന്റെ ശൂല് എന്താന്നൊക്കെ ചോദിച്ചു അബൂദുജാന റളിയല്ലാഹു തആലയോട്. എനിക്ക് കേട്ടോളി, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര് ശരിക്കും ജീവിതത്തിൽ കേട്ടോളി. അബൂദുജാന പറയണം, അതെ അയൽപ്പക്കത്തൊരു ഈത്തപ്പനുണ്ട്, നിറയെ ഈത്തപ്പഴ പാകമായി നിൽക്കുക, എന്റെ മുറ്റത്താ വീഴുക. പന അദ്ദേഹത്തിൻ്റെതാണ്, ഈത്തപ്പഴവും അദ്ദേഹത്തിൻ്റെതാണ്, അത് വീഴുന്നത് എന്റെ മുറ്റത്താണ്. ഈത്തപ്പനക്ക് അറിയില്ലല്ലോ മുറ്റം എന്റേതാണെന്ന്. ചിന്തിക്കണേ. എന്നിട്ട് അദ്ദേഹം പറയണമെന്നറിയോ, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ഞാനിവിടെ ദിക്റും ദുആക്കെ ചൊല്ലി പള്ളിയിലിരുന്നാൽ എൻ്റെ കുട്ടികൾ നേരത്തെ എണീക്കുന്ന കുട്ടികളാണ്. അവരെണീറ്റ് മുറ്റത്തിൽ ഈ ടേസ്റ്റുള്ള ഈത്തപ്പഴം എടുത്ത് തിന്നും. ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മക്കളുടെ വയറ്റിൽ ബുത്തൂനിഹിമില്ലെന്നാർ, നരകത്തിന്റെ തീ നിറക്കും, അതെനിക്ക് സൈക്കൂല. ഞാൻ ചോദിക്കണം, അങ്ങനത്തെ ഒരു ബാപ്പ ഈ സദസ്സിലുണ്ടോ? എൻ്റെ മോനൊരു തീപ്പെട്ടിക്കുള്ളി അന്നൻ്റെത് എടുക്കരുത് എന്ന് മകനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്ര ജാഗ്രത പുലർത്തി എത്ര ആളുണ്ട്? ഇനി ഞാൻ പറയുന്ന പോയിന്റ് കുറച്ച് ഗൗരവത്തിൽ ചിന്തിച്ചോളി. ഉമ്മമാര് ശരിക്കും ചിന്തിച്ചോ. എല്ലാ ബാപ്പാരും നമ്മളോട് എന്താ പറയല്? എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോക്ക് വേണ്ടി. ശരി, മോന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നായി നയിക്കുന്ന മാതിരി നയിക്കാന്നല്ലാതെ മോളെ കൂടെ 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടോ? മോളെ കൈപിടിച്ച് തടവിയിട്ട് വാവേ എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും ഉപ്പാനോട് പറയാനുണ്ടോ? എൻ്റെ കുട്ടീൻ്റെ സ്കൂൾ ആരൊക്കെ ഉള്ളത്, നിന്റെ കൂട്ടുകാരികൾ ആരാ? എനിക്ക് പേടിച്ചിട്ട് എൻ്റെ മക്കളോട് ചോദിച്ചു. കാരണം 6 പെൺകുട്ടികളാണല്ലോ. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കും, ആരാങ്ങളെ കൂട്ടുകാരികൾ? ഓലൊന്നും വിളിക്കുവോ? 10 ദിവസത്തെ ലീവ് ഉണ്ട്, ഓണത്തിൻ്റെ ലീവ്, എന്നാൽ ഒന്ന് അവരെ വിളിക്കുവോ? അവരെ സൽക്കരിക്കുക. ഞാൻ വീട്ടിൽ അവർ വരുമ്പം തന്നെ എനിക്കറിയാം, അവരെ വസ്ത്രം കണ്ടാൽ അറിയാം ഇത് ഏത് ടൈപ്പാണ്, അവരെ പെരുമാറ്റം. അവർ വരുമ്പോൾ ചുണ്ടിൽ ചേച്ചിട്ടാണ് വരുന്നെങ്കിൽ ഞാൻ അന്ന് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞാൻ പറയും, അതിൽപ്പെട്ട ഇന്നെന്ന കുട്ടികളില്ലേ, അവരെങ്ങാനും ഇനി നിന്റെ കൂട്ടുകാരിയായാൽ ബാപ്പാന്റെ തനി നിറം നീ കാണും. 2 ആയത്തും പറഞ്ഞു കൊടുക്കും, 2 ഖുർആനിക വചനം, വെറുതല്ല. അതായതറിയോ, അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ദിവസം ഇരുപത്തഞ്ചാം അധ്യായം 27, 28, 29 അർത്ഥം എന്താ അറിയോ? അക്രമി പരലോകത്തിൽ ചെറുങ്ങട് കൈകടിക്കും. എന്നിട്ട് പറയണെന്തറിയോ, അള്ളാന്റെ റസൂലിനെ ചര്യ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ കൂട്ടുകാർ, എന്റെ കൂട്ടുകാരികൾ വളരെ മോശമായിരുന്നു, അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഉപ്പയായിട്ടാണോ കൂടുതൽ സംസാരിച്ച് കൂട്ടുകാരിയായിട്ടാണോ? ഇവിടെ ഒന്ന് കൈവന്തിച്ചു നോക്കിയേ. കൂട്ടുകാരികളോട് സംസാരിക്കാൻ എടുത്ത ടൈം ബാപ്പാനോട് എടുക്കലുണ്ടോ? ഇല്ല. എത്ര? ഞാൻ കാണിച്ചു തരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും ഉപ്പ, ഞാനാണ്, എനിക്കൊരു 10 രൂപ അയച്ചു തരണപ്പാ കോളേജിലെ. ഖലാസ് മോളെ, ഞാൻ അയക്കട്ടോ, കഴിഞ്ഞു. സത്യല്ലേ?
ഉമ്മാനോട് അരമണിക്കൂർ സംസാരിച്ചിട്ട് പൂതി തീരാത്ത എത്ര കുട്ടികളുണ്ട്? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനെ വിളിക്കാൻ 1 മിനിറ്റ്, ഇഷ്ടമുള്ള ഒരു ചെക്കനെ വിളിക്കാനോ 1 മണിക്കൂർ. എറിഞ്ഞാൻ പൊട്ടിക്ക് ഈ സാധനം. നിങ്ങൾ കള്ളം പറഞ്ഞു. ഈ സാധനം നരകത്തിലേക്കും ഈ സാധനം സ്വർഗത്തിലേക്കും വിളിക്കുന്ന ഒരു സാധനം. മനസ്സിലായിക്കോളി. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും എപ്പോഴാണെങ്കിലും ഒരു പെണ്ണ് പാടുന്ന രംഗം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്. ലഖദ് ത്വാല ഹാദൽ ലൈലു വജവദ ജാനിബുഹു. ചുറ്റും കറുത്ത് തമാമയമായി ഇരുമുറ്റും ഇരവിതിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. അതായത് ആ പെണ്ണ് പറയുന്നറിയോ, ആട്ടുകട്ടിലാണ് ഞാൻ, നല്ല തണുത്ത രാത്രിയാണ്, കൂരിരുട്ടുള്ള രാത്രിയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. ശരിക്കും മനസ്സിലായിക്കോളി. ഭർത്താവ് പട്ടാളത്തിലാണ്, അല്ലെ ഭർത്താവ് ബാംഗ്ലൂരാണ്, ഹൈദരാബാദിലാണ്, മദ്രാസിലാണ്, UAE-യിലാണ്, എവിടെ ആവട്ടെ. എന്നാൽ ആ പെണ്ണ് പറയുന്നതറിയോ, ഇവിടെ വേറെ ആരുമില്ല, എനിക്കാണെങ്കിൽ കാമം, ഇഷ്ടം, ലൈംഗികമായ തൃഷ്ണ, പക്ഷെ പടച്ചോനെ ഒരു പുരുഷനെ ഞാൻ ക്ഷണിച്ചോൻ വരും, ഞാൻ ഇവിടെ ഒറ്റക്കാണ്. പക്ഷേ നാഥ, ഞാൻ നിന്നെ പേടിക്കുന്നു. നാഥ, ഞാൻ നിന്നെ പേടിക്കുന്നു. സുന്ദരിയായ ഒരു പെണ്ണ്, ഓള് വിളിക്കാൻ ഒരുത്തനെ, ബാടാ ഞാനുണ്ട്, ഞാൻ റെഡിയാണ് നിന്റെ ആഗ്രഹത്തിന്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇന്നി അഖാഫുല്ലാ. ഈ ബ്ലോക്ക് ജംഗ്ഷനിൽ താനൂരിൽ അങ്ങനെ ഒരു പുരുഷൻ ഉണ്ടാവുമോ? യൂസുഫ് നബി ഒറ്റക്ക് രാജകൊട്ടാരത്തിൽ. സുഹൃത്തുക്കളെ, സുലേഖ അതീവ സുന്ദരി രാജ്ഞി, ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത, ഇതിനോളം വലിയ പൊസിഷൻ ഉണ്ടോ? വിളിച്ചിട്ട് ബെഡ്റൂം വരെ യൂസുഫ് നബി പോയി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു നിഷ്കളങ്കൻ നമ്മൾ അറിയില്ല, ആ പച്ചപ്പാവെന്നൊക്കെ. അങ്ങനെ അവൾ റൂമിൽ വിളിച്ചിട്ട് യൂസുഫ് നബിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. കാരണം യജമാനത്തിയാണ്, അവിടെ ജോലിക്കാരനാണ്, ക്ഷണിക്കുകയാണ്, ചെല്ലുക ബെഡ്റൂമിൽ. പിന്നെ അവിടെ ചെന്നപ്പാണ് അവളെ സ്വഭാവം മാറുന്നത് കണ്ടപ്പോ യൂസുഫ് നബി ഓടുക, പിറകുന്ന കുപ്പായം പിടിച്ചു. അപ്പൊ യൂസുഫ് നബി കുറ്റക്കാരനല്ല, പെണ്ണിനാണ് വികാരം, ബോധ്യായി. എന്നിട്ട് യൂസുഫ് നബി പറയുന്നതാ, എനിക്ക് ജയില് മതി, പെണ്ണിനെ വേണ്ട. ദുനിയാവിൽ എന്നെ സ്നേഹിക്കാത്ത പെണ്ണുങ്ങളില്ല, എന്നെ കണ്ടിട്ട് കൈമുറിച്ച പെണ്ണുങ്ങളായി നാട്ടില്. അതുകൊണ്ട് പടച്ചോനെ എനിക്ക് ജയില് മതി. അദ്ദുന്യാ സിജനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഇസ്ലാം അല്ലേ? 12-ാം അധ്യായം 53 എന്താ ഉള്ളത്? വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വരാനിരിക്കുന്ന ഒരു പുതിയ നോമ്പ്, നോമ്പിന്റെ 6 മാസം മുമ്പ് നോമ്പിൽ പ്രവേശിക്കുന്നവരാ സ്വഹാബിമാര്. ആ നോമ്പ് കൊണ്ട് 6 മാസം കഴിച്ചു കൂട്ടുന്നവരും. നമ്മളോ നോമ്പ് കഴിഞ്ഞ് നോമ്പ് വരുന്നാ നന്നാകുക, നോമ്പാട് കയ്യാൻ കാത്തുത്തിരിക്കുക, പ്രാർത്ഥിച്ച് പണ്ടാറടങ്ങാൻ. ഇതെന്താ മാറാത്തത്? 4 ആഴ്ച പോണില്ലല്ലോ, ഒന്ന് ഫോണ് തോണ്ടാൻ. അതായത് ഇങ്ങനെ കയ്യിലെടുക്കൂ, നോമ്പാ വെച്ച്, പിന്നെ ഇങ്ങനെ എടുത്ത് നോമ്പാ വെച്ച് പണ്ടാറടങ്ങാൻ, നോമ്പൊന്നും കാണിക്കിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ മാറണം. മാറിയിട്ടില്ലെങ്കിൽ പടച്ചോന്റെ മുമ്പിൽ രക്ഷയില്ലട്ടോ. എന്ന് ഞാൻ സൂറത്ത് ബഖറയിൽ 251 ഓതി അവസാനിപ്പിച്ചു. അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം. നന്നാകാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. പീസ് റേഡിയോ 24 hours മനുഷ്യനെ നന്നാക്കുന്നതാ. 24 hours. നമ്മുടെ ജമീല, നമ്മുടെ വെള്ളിയാഴ്ചയിലെ ഖുതുബ, മനോഹരമായ ഖുതുബകൾ, ഹാരിസ് ബിൻ സലീമിന്റെ. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്, സംസാരിക്കാൻ കുറച്ച് കാലം, 2-3 മാസം അതുവരെ സംസാരിക്കാൻ പോലും പാടില്ല, സന്തോഷം ഉണ്ടാകാൻ പാടില്ല, ദുഃഖം ഉണ്ടാകാൻ പാടില്ല, ഹാർട്ടിലെ വേരിയേഷൻ കൊണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും, മനസ്സ് തട്ടി. അദ്ദേഹം എത്രയോ കുടുംബ അകങ്ങളിൽ വമ്പിച്ച പരിവർത്തനം ഉണ്ടാക്കിയ ഒരു പ്രബോധകനാണ്. നാവിന് അത്രമേൽ സ്വാധീനം ഉണ്ടാക്കിയ അള്ളാഹു ഒരുപാട് കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആഫിയത്തും ദീർഘായുസും ഇനിയും ഈ ഉമ്മത്തിന് സേവിക്കാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ. വേറെയും കുറേ രോഗികൾ, മഹാനായ MM മദനി എൻ്റെ ഗുരുനാഥനായിരുന്നു, അടുത്ത് മരിച്ചു, വളരെ പ്രിയങ്കരനായിരുന്നു. മരിക്കുമ്പോൾ ഞാൻ ഈ നാട്ടിലില്ല. സഹോദരങ്ങളെ, അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും അർഹതയും നൽകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആകത്തുക എൻ്റെത് ഇത്രയേ ഉള്ളൂ. സ്വന്തം വീട് നന്നാക്കാൻ ശ്രമിച്ചാൽ ആ വീട്ടിൽ നല്ലൊരു കുട്ടി പുറത്തേക്ക് പോകും. 10 കുട്ടികൾ ഒരു സ്കൂളിലുണ്ടെങ്കിൽ 10 കുട്ടി 10 വാപ്പാര മക്കളല്ലേ? ആ കുട്ടികൾക്ക് വീടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ കേട്ടോളിട്ടൊരു കഥ ഞാൻ 9:30 അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് 9:30 അവസാനിപ്പിക്കും. 10 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ മതി. P. ഉഷ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരിയുണ്ട്. കേട്ടവരൊന്ന് കൈബന്ധിച്ചേ. സാമൂഹ്യ പ്രവർത്തകയാണ്. ഒരു 10-600 കുട്ടികളെ അവർ വളർത്തുന്നുണ്ട്. ഈ P. ഉഷയെ ഒരു സ്കൂൾ അധികൃതർ ചെന്ന് കാണുകയാണ്. ആ അധികൃതർ ചെന്ന് കാണുന്നുണ്ട്, +2 വരെയുള്ള കുട്ടികൾ, അധിക പെൺകുട്ടികളും 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിൽ പോകുന്നില്ല. സ്കൂളിന്റെ പരിസരത്ത് അവരിങ്ങനെ ഉണ്ടാവും. കച്ചറയൊന്നുമില്ല, കഞ്ചാവില്ല, പ്രേമല്ല, ഒന്നുമില്ല. പക്ഷെ കുട്ടികൾ വീട്ടിൽ പോകുന്നില്ല. 7 മണിയാകുമ്പോൾ കുട്ടികൾ വീട്ടിൽ പോകുന്നത്. ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോളി. അങ്ങനെ P. ഉഷ ഈ കുട്ടികളെ വിളിച്ചിട്ട് സംസാരിച്ചവരെയായിട്ട്, അവരുമായിട്ട്
ഇന്ററാക്ഷൻ നടത്തി. അവർക്ക് ഇങ്ങോട്ടും അവർക്ക് അങ്ങോട്ടും. അപ്പോൾ കുട്ടികളോട് ഈ വിഷയം ചോദിച്ചു, എന്താ മക്കളെ പെൺകുട്ടികളല്ലേ നിങ്ങൾ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ വീട്ടിലെത്തൂലേ, നിങ്ങൾ എന്താ പോകാത്തത്? അപ്പോൾ ആ കുട്ടികളൊരു സങ്കടം പറയാണ്. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരും ബാപ്പാരും ശരിക്കും ആലോചിച്ചോളി. ആ പെൺകുട്ടികൾ പറയുന്നത് എന്താ അറിയോ, മാഡം ഞങ്ങൾ വീട്ടിൽ പോകാത്ത എന്താ അറിയോ, ഞങ്ങൾക്ക് അവിടെ സുരക്ഷിതത്തല്ല. ഒന്ന് കേട്ടോ, എന്താ പദം സുരക്ഷിത സമൂഹം. കുട്ടികൾ പറയാ സ്വന്തം വീട്ടിൽ സുരക്ഷിതത്തല്ല. എവിടെല്ലാന്ന്? സ്വന്തം വീട്ടിലില്ല. എന്താ കാരണം? അതോട് കേട്ടോളി. ആ കുട്ടികൾ പറയുന്നത് അറിയോ, 4 മണിക്ക് ഞങ്ങൾ സ്കൂൾ വിട്ടാൽ 4:10 4:05 വീട്ടിലെത്തും. 7 മണിക്കാണ് അമ്മ ജോലി കഴിഞ്ഞ് വരിക, 9 മണിക്കാണ് അച്ഛൻ വരിക. അപ്പൊ ഈ 4 മണി മുതൽ 7 മണി വരെ വീട്ടിൽ ആരുമില്ല എന്ന് ചില ചെക്കന്മാർക്കറിയാം. അവർ ആദ്യ ദിവസമൊക്കെ വീട്ടിന്റെ ഗേറ്റിനെടുത്തും ഹായ് സുമിതേ എന്നൊക്കെ വിളിച്ചിട്ട് പോകും. 2-ാം ദിവസം അവർ ഒരു ചോക്ലേറ്റ് ആയിട്ടാ അത് കയ്യിലോടും. 3-ാം ദിവസം അവർ കൊലായി കയറിയിരിക്കാൻ തുടങ്ങി. 4-ാമത്തെ ദിവസം റൂമിലേക്ക് കയറാൻ തുടങ്ങി. അതുകൊണ്ട് വീട് സുരക്ഷിതത്വമല്ല. കാരണം അത് സുരക്ഷിതമാക്കേണ്ട ബാപ്പയമ്മയും ജോലിക്ക് പോയതാ. കിട്ടുന്ന 25,000, പക്ഷെ മോള് ഗർഭിണിയാകുകയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ജോലിക്ക് പോയപ്പോൾ ഉണ്ടായത് മോള് ഗർഭിണിയായതാ. ഇനി ഇത് നാളെ വിവാദമാക്കണ്ട. എനിക്കൊരു കുഞ്ഞില്ല, എന്നെ തൂക്കി കൊല്ലാൻ വിധിക്കട്ടെ ഹൈക്കോടതി. ഞാൻ അക്കയറി കിടന്നില്ല, ആയില്ല ഒച്ചത്ത് ചെല്ലി മരിക്കും. ആഹാ, ലോകം കീടുന്നതിന്റെ ഒരു കാര്യം റഷ്യ തിരിച്ചറിഞ്ഞു. ചൈന പറയുന്നത് എന്തറിയോ, ജോലിക്ക് പോകേണ്ട പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് പെട്രോളിന്ന് പെട്ടിട്ടോളി കൂലി തരാം. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ചൈനയിലെ ഏറ്റവും വലിയ ഭരണാധികാരി പ്രസംഗിച്ച് പെണ്ണുങ്ങളെ ഇനി ജോലിക്ക് വേണ്ട വീട്ടിൽ നിന്നോളി. ഇസ്ലാം എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ജോലി വീട്ടിലുണ്ട്. മക്കളെ നന്നാക്കി രാഷ്ട്രത്തിന് സമർപ്പിക്കൽ. ഒരു യൂണിവേഴ്സിറ്റിക്ക് നെഹ്റുവിന് ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു യൂണിവേഴ്സിറ്റിക്ക് മൗലാന മുഹമ്മദിനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഷെയ്ഖ് ജീലാനിയോട് ചെറിയ കുട്ടിയായിരിക്കും എമ്മ പോകുമ്പോൾ പറയാ പുലിൽ ഹക്ക് വൈകാന മുറാദ്, 40 ദിർഹം കൊടുക്കണം ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടു അന്ന് ചെലവിന്. അത് അരയിൽ വെച്ച് പോകുമ്പോൾ അമ്മ പറയാണ്, മോനെ എന്ത് കൈപ്പേറിയ അനുഭവം എൻ്റെ കുട്ടിക്ക് യാത്രയിൽ ഉണ്ടായാലും കള്ളം പറയരുത് മോനെ ഒരിക്കലും. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ പോകുമ്പോൾ കൊള്ളക്കാർ പിടിച്ചു പോനെ. എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഉമ്മ തന്നെ 40 ദിർഹം ഇന്ന് എടുക്കുകയായിരുന്നു. ചിരിച്ചുകൊണ്ട് അവിടെ കൊടുത്ത് കുട്ടി നടന്നു പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതം കൊള്ളക്കാർക്ക്. അപ്പോൾ കൊള്ളക്കാർ ഓടിച്ചെന്ന് ഈ ചെറിയ മോനെ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ ഇത്രയും സത്യം പറയാം മോനെ, എന്താ കാരണം? അപ്പം ആ കുട്ടി പറയും, എനിക്ക് നല്ലൊരു ഉമ്മ ഉണ്ട്. ശ്രദ്ധിച്ചോളി, എനിക്ക് നല്ലൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? എന്നെ ഉമ്മ അങ്ങോട്ട് വരുമ്പോൾ പഠിപ്പിച്ച് കള്ളം ജീവിതത്തിൽ ഒരിക്കലും പറയരുതെന്ന്. നമ്മളോ മോനെ എന്ന് സ്കൂൾ പോയിട്ടില്ലെങ്കിൽ നാളെ അമ്മായിന്റെ പുരയിൽ അമ്മായിക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് കാണാൻ പോയതായിരുന്നു. അപ്പോൾ കുട്ടിന്റെ മനസ്സിലെന്താ അറിയോ, കള്ളത്തള്ള. എന്ത് കള്ളത്തള്ള? പിന്നെ ആ കുട്ടി എങ്ങനെ നന്നാവുക? അതുകൊണ്ട് ഞാൻ പറയണു, ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഒരു നെഹ്റുവിന് ഉണ്ടാക്കാൻ ഇനിയുള്ള ഹൈന്ദവ സഹോദരിമാർക്ക് കഴിയോ? ഒരു മൗലാന മുഹമ്മദ് അലി ജൗഹർ തുല്യമായൊരു വ്യക്തിയെ താനൂരിൽ നിന്നുണ്ടാവുമോ? ഞാൻ വെല്ലുവിളിക്കുക. എന്തുകൊണ്ടില്ല? അഞ്ചാവ് എടുത്ത് നീ കൊട്ടേഷൻ പാട്ടിയും ദിനേശ് കൂടി വലിച്ചും ഈ ഉത്സവത്തിലും കലോത്സവത്തിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ പോയി നിൽക്കുന്നവരല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് ഉദ്ഘാടന സദസ്സിലൊക്കെ ഭയങ്കര യുവാക്കളാണ്. എന്താ കാരണം? ഒന്നുമില്ല, ബാക്കിൽ ഒരു 35 കിലോ ഉണ്ട്, മുന്നിൽ ഒരു 25 കിലോ ഉണ്ട്. അത് കാണാനാ പോകുന്നത്. മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ അടുത്ത ഉദ്ഘാടനത്തിനോ അതൊരു 80 കിലോ ആക്കാൻ എന്താ വയ്യെന്നാ ചിന്തിക്കുക. അച്ഛനും അമ്മയും പറയുമ്പോളെ 78 കിലോ ആക്കാൻ വലിയ വയ്യുണ്ട്, എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാം. അതാ ലോകം. അല്ലാണ്ട് 4 ആൾക്ക് വെള്ളം കൊടുത്തിട്ടോ ഒരു സ്കൂൾ തുടങ്ങിയതിന്റെ പേരിലോ ഒരു മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയതിന്റെ പേരിലോ ഒന്നല്ല. ശരീരത്തിൽ നല്ല ഇറച്ചിയുണ്ട്, അത് കാണിച്ചിട്ട് കച്ചവടം അടിക്കുക. അവിടെ തിരക്ക്, കള്ളിഷാപ്പിന് മുമ്പിൽ തിരക്ക്. മനുഷ്യത്വമുള്ളതിന് മുന്നിൽ എത്ര പേരുണ്ട് നിങ്ങൾ നോക്കി. ഒരു കേരള യുക്തിവാദി സംഘം എന്ന് പറഞ്ഞിട്ടൊരു ആംബുലൻസ് ഉണ്ടോ? ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ഒരു യുക്തിവാദി ഒരു ചാക്ക് അരിയായിട്ട് നിങ്ങൾ ജീവിതത്തിൽ കണ്ടോ? ആരിഫ് ഹുസൈൻ എന്ന് ചെകുത്താൻ, ലിയാഖത്ത് അലി എന്ന് ചെകുത്താൻ, ഇ എ ജബ്ബാർ എന്ന് പറയുന്ന മാലോകർക്ക് ചെകുത്താനിയത്തെ പഠിപ്പിച്ച ഒരു ചെക്കൻ. ഇവരൊക്കെ ലോകത്ത് എന്തെങ്കിലും ഒരു പുണ്യം ചെയ്ത് രേഖപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ ഒരു വീട് വെച്ചു കൊടുത്തേ, ഒരു പാവൻ രോഗിക്ക് ഒരു കമ്പിളി പൊതുപ്പ് കൊടുത്തേ. എല്ലായിടത്തിലും മതവിശ്വാസികളാണുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ധാർമ്മിക ജീവിതം നയിക്കാൻ മതവിശ്വാസികൾക്കേ കഴിയും. എന്താ കാരണം? എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ് അലം യഅലം ബി അന്നല്ലാഹ യറാ. അതാ വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഖബലിൽ വരീദ്. ജീവനാടിയേക്കാളും അടുത്ത റബ്ബ്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, ല്ലേ 79-ാം അധ്യായം 40-41. റബ്ബിനെ കണ്ടുമുട്ടണം. ഫമൻ കാന യർജു ലിഖാ റബ്ബി 18-ാം അധ്യായം 110. പടച്ചോനെ പേടിച്ചത് കൊണ്ടല്ലാതെ ഒരു സമൂഹം നന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട. മുഹമ്മദ് നബി മദ്യം അല്ലാഹ് ഹറാമാക്കി എന്ന് പറയണ്ടേ. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഇനി ഞങ്ങൾ ജീവിതത്തിൽ കുടിക്കൂല. അർണോൾഡ് ടോയംബി പറയാണ്, കള്ളിനെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു ലോകത്തെയും സമൂഹത്തെയും സൃഷ്ടിച്ച ഏക മനുഷ്യൻ പ്രൊഫറ്റ് മുഹമ്മദ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഏതസ്മിൻ നന്ദരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതി ദിഖ്യാത ശിഷ്യശാഖ സമുന്നിതം. ആ പ്രവാചകൻ, കാരണം അവരൊക്കെ അള്ളാനെ പേടിച്ചു. പലിശ വേണ്ട എന്ന് പറഞ്ഞു. സൂറത്ത് ബഖറ 278.
5-ാം അധ്യായം 90 മദ്യം വേണ്ടായിരുന്നു, എല്ലാം ഉപേക്ഷിച്ചു. അള്ളാനെ അത്രമാത്രം ഒരു പേടിച്ചു. അപ്പൊ ഒന്നാമതായി അള്ളാനെ പേടിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അള്ളാനെ മാത്രം വിളിച്ചാരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണം. അള്ളാനെ പേടിച്ചാൽ ഒരു പെണ്ണും മാറ് കാണിക്കില്ല, ഒരു പെണ്ണും ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യില്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങില്ല. ഒരിക്കലും അള്ളാഹ് നൽകിയ സൗന്ദര്യത്തിൽ അവർ തൃപ്തിപ്പെടും. അതിലപ്പുറത്ത് കൃത്രിമമായി ഒരു സൗന്ദര്യം അവരുണ്ടാക്കില്ല. അവരാരുടെ മുമ്പിലും തന്റെ മുഖം 4 ആള് സൗന്ദര്യമുള്ളതാണെന്ന് പറയാൻ അവർ അനുവാദം കൊടുക്കില്ല. അവരെ ഇഷ്ടപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഒരാളെ മുമ്പിലും അവർ സൗന്ദര്യം പ്രകടിപ്പിക്കില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തെ, ധാർമ്മിക ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടാലും കണ്ടില്ലെങ്കിലും 5 നേരം നിസ്കരിക്കുന്ന, പടച്ചോനെ പേടിക്കുന്ന, പാലിൽ വെള്ളം ചേർക്കാത്ത, ചാരിത്രത്തിൽ വെള്ളം ചേർക്കാത്ത, കഞ്ചാവ് ഒരിക്കലും വാങ്ങാത്ത, ഒരു ദിനേശ്വരി പോലും വലിക്കാത്ത മക്കളുണ്ടാവണോ? ബാങ്ക് കൊടുത്ത പള്ളിയിലെത്തുന്ന മക്കളുണ്ടാവണോ? എങ്കിൽ വീട്ടിൽ ദീനുണ്ടാകണം. ദീനിലേക്ക് പൂർണ്ണമായിട്ട് വരണം. അങ്ങനെ വന്നാൽ അതാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ മാർഗം. ഇനി ഒരു 3 മിനിറ്റ് വളരെ പ്രാധാന്യം അറിയിക്കതാ. ഈ താനൂരിൽ നിന്ന് അടുത്തത് തിരൂരാണ്. തിരൂരിന് നമ്മുടെ തൃശ്ശൂർ റൂട്ടിലേക്ക് കിടക്കുന്നിടത്തോടെ പോയാൽ BP അങ്ങാടിയാണ്. ആന ചവിട്ടി മരിച്ച സ്ഥലം കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് അല്ലേ? അവിടെ അള്ളാന്റെ അനുഗ്രഹത്താൽ നമുക്കൊരു സ്ഥലം കിട്ടി. സ്ഥലം അവിടുത്തെ ജനങ്ങൾ വിലക്ക് വാങ്ങി. അവിടെ മദ്രസ് വേണം, പള്ളി വേണം, സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം, QHLS-ന് സൗകര്യം വേണം. അതുമായി ബന്ധപ്പെട്ടൊരു പിരിവ്, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളൊരു മകനെ എടുത്തിട്ട് അവിടെ നിന്നുള്ളൊരു സഹോദരൻ നിങ്ങൾക്ക് സുപരിചിതനം ഇവിടെ ഓടി നടക്കുന്നുണ്ട്. വേണം നല്ലൊരു തുക ആ BP അങ്ങാടിയിൽ ശിർക്കിന്റെ കോട്ടയിൽ തൗഹീദിന്റെ പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾ കൊടുക്കണം. സ്ത്രീകളോട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ 9 മോതിരാണ് സ്ത്രീകൾ ഊതി. കാപ്പവന്റെ മോതിരങ്ങൾ ഓരോ സ്ത്രീകൾ ഊരിയിട്ടാൽ അവിടെ പള്ളിയായി. ലുസ്താദ് അതല്ലാത്ത വേറെ എന്തെങ്കിലും പറഞ്ഞോളി. അങ്ങനല്ല, നിങ്ങൾക്ക് കൂലി കിട്ടണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? സ്വർണ്ണാഭരണം. അത്ര ഇഷ്ടം ഭർത്താവിനെ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങളെനിക്ക് ഇഷ്ടമൊക്കെയാണ്, ഇത് ഞാൻ തരൂല, ഇതിൻ്റെ ഒപ്പം എനിക്ക് വളരെ മോഹിച്ച് തന്ന മോതിര അല്ലേ? സത്യല്ലേ? അതുകൊണ്ട് അവിടെ സ്ത്രീകൾ മോതിരം തരും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കൊടുത്തോളൂ, ഇന്നവരെ കൊണ്ടുപോകാനല്ല. ആ പെട്ടിയിലിട്ട് മൂപ്പരം കൊണ്ടുപോകും. കൊടുത്താൽ നിങ്ങൾക്ക് എന്ന് പരലോകത്ത് രക്ഷപ്പെടും. ഖബറിൽ അത് മാത്രമേ ഉണ്ടാവും. സദഖത്തുൻ ജാരിയ. ഇൻഷാ അല്ലാഹ് സ്ത്രീകളെ എത്തുന്ന ഒരു 5 മോതിരെങ്കിലും പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എല്ലാവരോടും പ്രാർത്ഥിക്കണം ആരോഗ്യത്തിന് വേണ്ടി. കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ രോഗിയാണ്. കഴിഞ്ഞ റമദാനിൽ ഫുള്ളായിട്ട് രോഗിയാണ്. 1 മാസത്തോളം കാല് തളർന്ന്, പിന്നെ ഈ ഒരു കൊല്ലത്തോളം എല്ലാ ദിവസവും തെറാപ്പി ചെയ്തിട്ടാണ് ഇപ്പോൾ മാഷാ അല്ലാഹ് 1.5 മണിക്കൂർ, അരമണിക്കൂറേ നിൽക്കാൻ പാടുള്ളൂ. അരമണിക്കൂറിൽ തന്നെ 15 മിനിറ്റ് ഇരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശക്തി ഇങ്ങനെ കൂടി വന്നപ്പോൾ 1.5 മണിക്കൂറിലേക്ക് നീട്ടി. ഇനി ഞാൻ ഇവിടെ നിർത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹം ചൊല്ലിയട്ടെ. ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. സ്വന്തം ജീവിതത്തിൽ വീട്ടിൽ എന്താ നടക്കണമെന്ന് ശരിക്കും പരിശോധിച്ച് ഏറ്റവും ചുരുങ്ങിയ മക്കളുടെ കൂടെ, പല രക്ഷിതാക്കളും മക്കൾ ഉറങ്ങിയിട്ടാണ് വീട്ടിലെത്തുക. പല രക്ഷിതാക്കളും മക്കൾ ഉണരുന്നതിന് മുമ്പ് പോവും. മക്കൾ ഒരേ വീട്ടിലുണ്ടെങ്കിലും 2 ആഴ്ചയും മോളെ എന്നെ കണ്ടിട്ട് എന്ന് പറയേണ്ട ഒരു ഗതികേട് ബാപ്പാക്ക് വരിക. അത് വരാതിരിക്കാൻ ബാപ്പയും ഈ മക്കളൊക്കെ നടക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിലോ ഇവിടെ തൊട്ടടുത്തൊക്കെ സന്തോഷത്തോടെ അള്ളാഹ് ഹലാലാക്കിയത് കാണാനും കേൾക്കാനും ഒക്കെ പോവുക. ഒന്നിച്ച് ഒരു സുപ്രയൊക്കെ വിരിച്ച് അവിടെ ഒരു ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് ഒരു പായസമൊക്കെ വെച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് ഒന്നിച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ച്, വണ്ടി കയറിയാൽ ഇങ്ങനെയാണ്, യാത്രയിൽ ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഔദുബി കലിമാത്തില്ല, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികളെ. അങ്ങനെ മക്കളെ ഇരിക്കണം ഏറ്റവും സ്നേഹം. ആരാൻ്റെ മക്കളെയല്ല, അവനാൻ്റെ മക്കളെ. ആരാൻ്റെ ഭാര്യനല്ല, അവനാൻ്റെ ഭാര്യയെ. ആരാൻ്റെ ഭർത്താവിനെയല്ല, അവനാൻ്റെ ഭർത്താവിനെ ഒക്കെ സ്നേഹിക്കാൻ പറ്റുന്നൊരവസ്ഥയും അങ്ങനെ ഒരു ധാർമ്മിക ജീവിതവും നമുക്കുണ്ടായാൽ തീർച്ചയായും ഹറാമ് കൽപ്പിക്കുകയും ഹറാമ് നിരോധിക്കുകയും ഹലാല് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മളിൽ നിന്നുണ്ടാകാൻ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, സുന്നത്ത് പഠിക്കുന്ന, നിരന്തരമായി വീട്ടിൽ വായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സമൂഹത്തെ വളർത്താൻ ഈ പ്രബോധന സംരംഭം, ഈ പ്രഭാഷണം ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട്, അവർക്ക് അല്ലാഹു ആശ്വാസം നൽകട്ടെ. ഫലസ്തീനികൾക്കും ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകട്ടെ. ലോസ് ഏഞ്ചലൻസിലും കാലിഫോർണിയയിലും നിരപരാധികളായ ഒരുപാട് ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അവർക്ക് പ്രയാസമുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ലഘൂകരണം നൽകുമാറാകട്ടെ.